നമസ്കാരം. കർക്കിടക മാസത്തിൻ്റെ അവസാന സമയം ഏകദേശം ആകുകയാണ്. അങ്ങനെ നമ്മളുടെ ഒരു പുതുവർഷ ആരംഭമാണ്. ഓഗസ്റ്റ് മാസം 17-ാം തീയതി, ചിങ്ങമാസം 1-ാം തീയതി, ചിത്തിര നക്ഷത്രം ഉദിച്ച് 4 നാഴിക 10 വിനാഴിക എന്ന് വരുമ്പോൾ 7:59 സംക്രമ സമയമാണ്. ശരിക്കും രവിസംക്രമം ആ സമയത്താണ്. അന്ന് ഉദിച്ചിട്ട് 7:59 അപ്പം അന്ന് സൂര്യൻ ചിങ്ങരാശിയിലേക്ക് വരികയാണ്. ആ സമയം തൊട്ട് ഒരു വർഷത്തേക്ക് നമ്മൾ പുതുവർഷം ആരംഭിക്കുകയാണ്. ഒരു വർഷത്തെ നമ്മളുടെ ഏകദേശം ഗ്രഹപ്പകർച്ചകളും നമ്മളുടെ അവസ്ഥയും ലോകത്ത് സംഭവിക്കുന്നതും നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നതും ഒക്കെ ഏകദേശം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ വർഷത്തെ ഈ പുതുവർഷ ഫലം എങ്ങനെയുണ്ടാവും എന്ന് നമുക്ക് ചെറുതായിട്ട് നോക്കാം. പൊതുവെ ഈ വർഷം ഈ ചിങ്ങമാസം തൊട്ട് അടുത്ത കർക്കിടക മാസം വരെയുള്ള സമയങ്ങളിൽ ലോകരാജ്യങ്ങളിൽ വളരെ സ്പർദ്ധയുണ്ടാവും, യുദ്ധങ്ങളുണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അഗ്നിഭയം കൊണ്ട്, തീ കൊണ്ട് ആൾക്കാർക്ക്, ജലത്തിലും തീയിലും ആൾക്കാർക്ക് മരണാതിക്ലേശങ്ങളും വളരെ സങ്കടങ്ങളുള്ള ന്യൂസുകളും വളരെ സങ്കടകരമായ ഓരോ ഇതും നമ്മളുടെ ഈ പറയുന്ന ഈ ഒരു വർഷക്കാലം ഇന്ത്യക്ക് അകത്തും വിദേശത്തും നടക്കാനുള്ള യോഗങ്ങൾ കാണുന്നുണ്ട്. ജലം കൊണ്ടും അഗ്നി കൊണ്ടുമുള്ള മരണങ്ങൾ. ദേശം ഭരിക്കുന്ന വ്യക്തികൾക്ക് സുഖകരമായ നിമിഷങ്ങളായിരിക്കില്ല. അവർ സൽപ്പേരിന് കളങ്കം വയ്ക്കുന്ന പല സംഭവങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. സസ്യങ്ങൾക്ക്, വൃക്ഷലതാദികൾക്ക്, മൃഗങ്ങൾക്കൊക്കെ നാശം വരിക, അതിനൊക്കെ സാധ്യതകളുണ്ട്. മിതവർഷമായിരിക്കാം. നമ്മൾ വിഷുഫലത്തിൽ പറഞ്ഞായിരുന്നു ഈ പ്രാവശ്യം വർഷഫലം കുറയും എന്ന് പറഞ്ഞു. പൊതുവെ മഴ കുറവാണ്. അടുത്ത വർഷം മിതവർഷ കാലഘട്ടമാണ്. തീരെ അങ്ങോട്ട് കുറവ് എന്ന് പറയാനില്ല, എന്നാൽ ഇതില്ല, അങ്ങനെയുള്ള സാധ്യതകളുണ്ട്. അതുപോലെ പകർച്ചവ്യാധികൾക്കൊക്കെ സാധ്യതകളുള്ള ഒരു കാലഘട്ടമാണ് അടുത്ത വർഷം. പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി നമ്മൾ വ്യക്തികളിലേക്കും വ്യക്തികളിലേക്കും അവരുടെ കൂറുകളിലേക്കൊക്കെ നമ്മൾ കടക്കുമ്പോൾ അത് ഓരോ ഗ്രഹങ്ങളുടെ പകർച്ചയനുസരിച്ച് ഓരോ വ്യക്തികൾക്ക് എങ്ങനെയൊക്കെ ആകും, അവരുടെ ഗുണദോഷങ്ങൾ എങ്ങനെയാവും, അവരുടെ ഗ്രഹപ്പകർച്ച എങ്ങനെയാവും, അതിനെക്കുറിച്ച് നമ്മൾ സാമാന്യവൽക്കരിച്ച് പറയുകയാണ്. കാരണം ജാതകവുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. ജാതകഫലം വേറെയാണ്. രണ്ടാമത് വളരെ വ്യക്തമായിട്ട് 2 നേരവും നാമം ജപിക്കുകയും എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്നവരുടെ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ അപ്പുറമാണ്. സംശയമൊന്നും വേണ്ട. കാരണം അവർ ദൈവത്തിൻ്റെ സ്വന്തം പുത്രനും പുത്രിയുമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഗുണങ്ങളായാലും ദോഷങ്ങളായാലും ആദ്യം നിരീക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ആ ഗുണങ്ങളെ ഉത്തരോത്തര അഭിവൃദ്ധിയാക്കാനും ദോഷങ്ങളുടെ ശക്തി കുറച്ച് ഗുണത്തിലേക്കാക്കാനും ഒരു മുൻകൂറായിട്ട് പറഞ്ഞു തരുന്ന ഒരു ഗൈഡ് ലൈൻ മാത്രമേ ഉള്ളൂ ഈ വാർഷിക ഫലം എന്ന് പറയുന്നത്. ദോഷമാണെന്ന് കണ്ട അമ്പലത്തിൽ പോക്ക് കൂട്ടിക്കൊള്ളുക, ഗുണമാണെന്ന് കണ്ടു കഴിഞ്ഞാലും അമ്പലത്തിൽ എന്ന് വെച്ചാൽ ഗുണത്തെ കൂടുതലുണ്ടാക്കുക. നല്ല സമയത്ത് വല്ലതും നട്ടാലേ നമ്മൾക്ക് ആപത്ത് കാലത്ത് തിന്നാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ കാര്യം. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം വ്യാഴത്തിൻ്റെ പകർച്ചയുണ്ട്, രാഹുകേതുക്കളുടെ പകർച്ചയുണ്ട്. വ്യാഴം തന്നെ 2 പ്രാവശ്യം പകരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് പലർക്കും ഗുണവും ദോഷവുമാകുന്ന അവസ്ഥാവിശേഷമുള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് വ്യാഴത്തിൻ്റെ പകർച്ച 2 പ്രാവശ്യം വരിക എന്നൊക്കെ പറയുമ്പം ഈ വ്യാഴമാണ് നമുക്കൊരു ദൈവാധീനത്തിൻ്റെ ഭാഗ്യത്തിൻ്റെ കാരകം തന്നെ തരണേ, അതിൻ്റേതായ ഇത്. അപ്പോൾ അതുകൊണ്ട് ഓരോ കൂറുകാരും അതിൻ്റെ പ്രാർത്ഥനാ സങ്കല്പങ്ങളൊക്കെ കൊണ്ടു നടക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിൽ പറയുന്ന നാമജപാദികളും കാര്യങ്ങളും എല്ലാം കൊണ്ടു നടക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ ഏറ്റവും ആദ്യം 12 കൂറിനകത്ത് അശ്വതിയും
ഭരണിയും കാർത്തികയുടെ ആദ്യ ഭാഗവുമാകുന്ന മേടക്കൂറ്. മേടക്കൂറുകാർക്ക് ഇപ്പം 4-ൽ വ്യാഴം സഞ്ചരിക്കണം. അവരുടെ 11-ാം ഭാവമാവുന്ന കുംഭൻ രാശിയിൽ രാഹു ഉണ്ട്. 5-ാം ഭാവത്ത് കേതുവാണ്. ഈ വർഷത്തിലെ ടോട്ടൽ ഫലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്ടോബർ 31 വരെ അവർക്ക് 4-ൽ വ്യാഴവും, ഒക്ടോബർ 31 തൊട്ട് ഏകദേശം ഒരു 2-3 മാസം കഷ്ടി ജനുവരി 24 വരെ, ജനുവരി മാസം 24 വരെ ചിങ്ങത്തിലേക്ക് വ്യാഴപ്പകർച്ചയുണ്ട്. ഈ ഒക്ടോബർ മാസം 31 തൊട്ട് ജനുവരി 24 വരെ വ്യാഴം കർക്കിടകൻ രാശിയിൽ നിന്ന് ചിങ്ങത്തിലേക്ക് പകരുന്നുണ്ട്. അതുപോലെ തന്നെ ജൂൺ മാസം 25 ഈ 11-ാമടുത്ത് നിൽക്കുന്ന രാഹു 10ലേക്ക് വരും. 5-ാമടുത്ത് നിൽക്കുന്ന കേതു, ചിങ്ങത്തിൽ നിൽക്കുന്ന കേതു കർക്കിടകത്തിലേക്ക് വരും. അപ്പോൾ ഈ മേടരാശിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മേടൻ രാശിക്കാർ, മേടക്കൂറുകാർക്ക് ഒക്ടോബർ മാസം 31 തൊട്ട് ഇപ്പോൾ അവർക്ക് 4-ലെ വ്യാഴം പ്രതികൂലമല്ല, പക്ഷെ ഗുണപ്രദമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒക്ടോബർ മാസം 31 തൊട്ട് 5ലേക്ക് വ്യാഴം വരുമ്പോൾ അത് ഭയങ്കര ഗുണകരമായൊരു കാലഘട്ടമാണ്. അത് ഏകദേശം ജനുവരി 24 വരെ നിൽക്കും. ജനുവരി 24 വരെ അവർക്കത് അനുകൂല ഘടകമാണ്. ജനുവരി 24 ശേഷം പിന്നെ അടുത്ത ജൂൺ മാസം 25 വീണ്ടും അവർക്ക് ചിങ്ങൻ രാശിയിലേക്ക് വരണം. ആ സമയം അവർക്ക് കുറച്ചുകൂടി കൂടുതലാണ്. അപ്പോൾ ആദ്യം വരുന്ന ഒരു ഗ്രഹപ്പകർച്ച എന്ന് പറയുന്നത് ഒക്ടോബർ മാസം 31 തൊട്ട് ജനുവരി 24 വരെ 4 നിൽക്കുന്ന വ്യാഴം വരുന്നത് കാരണം ആ സമയങ്ങളിൽ മേടക്കൂറുകാർക്ക് പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ വളരെ നല്ലതാണ്. പുതിയ വീട് പണികൾ തുടങ്ങുക, വസ്തു മേടിക്കുക, വാഹനം മേടിക്കുക, അതുപോലെ ഒരുപാട് കഷ്ടപ്പെടുന്ന ദുരിതങ്ങളിൽ നിന്നൊക്കെ കുറച്ച് മാറ്റങ്ങളുണ്ടാവുക, ആശ്വാസങ്ങളുണ്ടാവുക, പുതിയ സംരംഭങ്ങൾ തുടങ്ങുക, അല്ലെങ്കിൽ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ നടക്കുക, വിദേശയാത്രകൾക്ക് ശ്രമിക്കുക. ഇതിനെല്ലാം പറ്റിയ സമയമാണ് ഈ ഒക്ടോബർ മാസം 31 തൊട്ട് ജനുവരി 24 വരെ കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴം ചിങ്ങത്തിലേക്ക് വരുമ്പോൾ. അതുപോലെ തന്നെ അവർക്ക് ചിങ്ങമാസം ഏകദേശം ഡിസംബർ മാസം 5 എന്ന് പറയുന്ന ദിവസം, ഡിസംബർ 5 തൊട്ട് അവർക്ക് രാഹു 10ലേക്ക് വരികയാണ്. അതായത് മകരം രാശിയിലേക്ക് രാഹുവിൻ്റെ പകർച്ചയും 4ലേക്ക് കേതു. അത് ഒരു വർഷക്കാലമാണ്. ഇപ്പോൾ വ്യാഴാനുകൂല്യമുണ്ട്. 4-ലാണ് വ്യാഴം സഞ്ചരിക്കണേ. ഇടയ്ക്ക് കുറച്ച് സമയത്ത് 5ലേക്ക് വ്യാഴം വരുന്നുണ്ട്. ആ സമയം കേമമാണ്. 10ലേക്ക് രാഹുവിൻ്റെ ബന്ധവും 4ലേക്ക് കേതുവിൻ്റെ ബന്ധവും വരുന്നു. പൊതുവെ ഈ ഒരു വർഷം എന്ന് പറയുന്നത് ഒരു ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമാണ്. ഗുണദോഷങ്ങൾക്ക് രണ്ടിനും ഇതുള്ളതാണ്. കാരണം വ്യാഴപ്പകർച്ച കുറേ അനുകൂലങ്ങൾ തരുന്നുണ്ടെങ്കിൽ പോലും രാഹുകേതുക്കളുടെ പകർച്ച അത്ര പോരായ്മയാണ്. 10ലേക്ക് രാഹു വരിക, 4ലേക്ക് കേതു വരിക അത്ര ഇതായിട്ടുള്ളൊരു വർഷമല്ല. ഈ ആദ്യത്തെ എന്താ പറയുക ഈ പറയുന്ന ഒക്ടോബർ തൊട്ട് ജനുവരി വരെ കുറച്ച് അനുകൂല ഘടകങ്ങളുണ്ടെങ്കിൽ പോലും ഈ ജനുവരി 24 ശേഷം വരുന്ന ഈ ഒരു വർഷക്കാലം, അതായത് ഡിസംബർ 5 രാഹുവിൻ്റെ പകർച്ചയും കൂടെ വരുന്നുണ്ട്. ആ ഡിസംബർ 5 രാഹുവിൻ്റെ പകർച്ചയും കൂടെ വന്നതിന് ശേഷം ഒരു വർഷക്കാലം എന്ന് പറഞ്ഞാൽ കർമ്മരംഗങ്ങളിൽ ബുദ്ധിമുട്ട് വരിക, കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടാവുക, കുടുംബങ്ങളിൽ ദുരിതങ്ങൾ വരിക, അതുപോലെ തന്നെ ചെറിയ വ്യാധികളുടെ ശല്യങ്ങളുണ്ടാവുക, എന്താ പറയണേ ഹൃദയ സംബന്ധമായി നിൽക്കുന്ന ചെറിയ പ്രശ്നങ്ങളുണ്ടാവുക, നീർക്കെട്ട് പോലത്തെ അസുഖങ്ങളും ഉണ്ടാവുക. ഇതിനൊക്കെ സാധ്യതകളുള്ള സമയമാണ്. അതുപോലെ തന്നെ കുടുംബത്തിൽ തന്നെ നമ്മൾ ബന്ധുമിത്രാദികളായിട്ട് അസ്വാരസ്യങ്ങളുണ്ടാവുക, നമ്മൾ നല്ലതെന്ന് ഉദ്ദേശിക്കുന്ന ചെയ്യുന്ന കർമ്മങ്ങൾ ചീത്തയായിട്ട് വരിക, അതിനൊക്കെ സാധ്യതകളുള്ള സമയമാണ്. ഇടയ്ക്ക് 3 മാസം നല്ലതാണെങ്കിലും ഈ പറയണ എന്താ പറയുക ഡിസംബർ 5 തൊട്ട് രാഹുവിൻ്റെയും കേതുവിൻ്റെയും പകർച്ചയും കൂടെ കഴിഞ്ഞിട്ട് ജനുവരി 24 ശേഷം ഇങ്ങനെയൊക്കെ ഉണ്ടാവും സാധ്യത. ജനുവരി 24 വരെ അത്രയ്ക്ക് ബുദ്ധിമുട്ട് പറയാനില്ല. അത് കഴിയുമ്പോഴത്തെ സംഭവം ഞാൻ പറയണം. അതുപോലെ തന്നെ ജോലി ഉണ്ടായിരുന്നവർക്ക്, പ്രൈവറ്റ് മേഖല ജോലി ഉണ്ടായിരുന്നവർക്ക് പെട്ടെന്ന് ജോലി നഷ്ടപ്പെടാൻ സാധിക്കുക, അധികാരവർഗങ്ങളുടെ അവഗണനയ്ക്ക് പ്രാപ്തമാവുക,
അതുപോലെ തന്നെ ചെറിയ ചെറിയ ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ വർദ്ധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതിനൊക്കെ സാധ്യതകൾ കൂടുന്ന കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് പൊതുവേ ഈ മേടക്കൂറുകാർക്ക് 12ാമത്തെ ശനിയാണ്. 12ാമത്തെ ശനി എന്ന് പറഞ്ഞാൽ 7.5 ശനിയും കൂടെ തുടങ്ങിയിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ നന്നായിട്ടുണ്ടാകാനുള്ള കാലഘട്ടമൊക്കെ ഉണ്ട്. അത് കാരണം മേടക്കൂറുകാർ ഈ ഒരു വർഷക്കാലം, ഈ ജനുവരി തൊട്ട് അടുത്തുള്ള വർഷക്കാലം, അതിനിടയ്ക്ക് ഒരു 3 മാസം തികച്ചില്ല എങ്കിൽ പോലും ഒരു വ്യാഴാനുകൂല്യം ഉണ്ടെങ്കിലും 7.5 ശനി, 5 നിൽക്കണ കേതു 4ലേക്ക് വരുന്നു, 11 നിൽക്കണ രാഹു 10ലേക്ക് വരുന്നു, ഇത്യാദി പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എന്ത് സംഭവിച്ചാലും ശിവക്ഷേത്രത്തിലുള്ള ഭജനങ്ങളും നമഃശിവായ ജപങ്ങളും ശക്തമായി വർദ്ധിപ്പിക്കേണ്ട കാലഘട്ടമാണ്. ശനി ഞായർ എന്ന് പറയുന്ന ദിവസങ്ങളിൽ മഹാദേവനെ തൊഴുക എന്ന് പറഞ്ഞാൽ നിർബന്ധമായി ചെയ്തുകൊണ്ടിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7.5 ആധിക്യം വരുന്നുണ്ട്, 4ലേക്ക് കേതുവിൻ്റെ ബന്ധം, 10ലേക്ക് രാഹു. നിർബന്ധമായി എത്ര നമഃശിവായ ജപിക്കുകയോ അത്രയും നമഃശിവായ ജപിക്കാനുള്ള സാധ്യതകൾ. പക്കപ്പിറന്നാൾ തോറും ശിവക്ഷേത്രത്തിൽ ഇത്യാദി വഴിപാടുകളൊക്കെ കഴിക്കുക. പക്കപ്പിറന്നാളിന് തോറും മഹാദേവന് കൂവളമാല സമർപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ. അതുപോലെ എന്താ പറയണേ, ഗണപതി ഭജനവും ഒക്കെ ചെയ്തു പോവുക. അപ്പോൾ ഈ ഒരു വർഷത്തിൽ ആകെ 2-3 മാസം വ്യാഴം 5ലേക്ക് വരുന്നത് എന്നൊന്നൊഴിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഒരു പരിധിയിൽ മിതത്തിലങ്ങ് നടന്നു പോകുന്നല്ല. കേമായിട്ടാകണമെങ്കിൽ വൈഷ്ണവ ഭജനവും കൂടെ വേണം. എന്ന് വെച്ചാൽ വിഷ്ണു ക്ഷേത്രത്തിലെ ഭജനം, വ്യാഴാഴ്ച വൈഷ്ണവാദി ക്ഷേത്രങ്ങളെ ദർശനങ്ങൾ, ഇടയ്ക്കൊന്ന് ഗുരുവായൂർ പോവുക, ഇത്രയധികം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അല്ലലില്ലാതെ കാര്യങ്ങളങ്ങ് പോകും എന്നുള്ളതാണ്. അപ്പോൾ പൊതുവേ ഈ 3 പകർച്ചയും കൂടെ വരുന്നത് കൊണ്ട് അത്യന്തം മോശമാണെന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും ദുരിതങ്ങൾക്ക് ആധിക്യം ചിലപ്പോൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ ശൈവോപാസനയാണ് ചെയ്യേണ്ടത്. ശിവപുരാണം വായിക്കുക, മഹാദേവ ക്ഷേത്ര ദർശനം നടത്തുക, മഹത്തരമായ അമ്പലങ്ങളിൽ പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ അശ്വതിയും ഭരണിയും കാർത്തികക്കാലും കൂടുന്ന മേടക്കൂറുകാർക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ ഈ ഒരു വർഷം മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അടുത്തത് ഇടവക്കൂറാണ്. കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യ ഭാഗവും കൂടുന്ന ഇടവക്കൂറുകാർക്ക്. ശരിക്കും ഇടവക്കൂറുകാർക്ക് നിലവിൽ വ്യാഴം 3ാം ഭാവത്താണ് ഇപ്പം നിൽക്കുന്നത്. വ്യാഴം 3ാം ഭാവത്ത് നിൽക്കുന്ന സമയമാണ്. അവർക്ക് ഈ പറയുന്ന ഒക്ടോബർ മാസം 31-ാം തീയതി തൊട്ട് ജനുവരി മാസം 24-ാം തീയതി വരെ വ്യാഴം 4ലേക്ക് വരുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ജനുവരി 24 ശേഷം കർക്കിടകത്തിലേക്ക് വരും. പിന്നെ വരുന്നത് അടുത്ത വർഷം ജൂൺ മാസം 25-ാം തീയതിയാണ് 4ലേക്ക് വരുള്ളൂ. അപ്പോൾ പൊതുവേ ഈ വർഷം ഈ ഒക്ടോബർ 31 തൊട്ട് ജനുവരി, അതായത് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സെപ്റ്റംബർ ഒക്ടോബർ കഴിഞ്ഞ് നവംബർ ഡിസംബർ ജനുവരി 24 എന്ന് വെച്ചാൽ ശരിക്കും ഒരു 60-84 ദിവസം, 90 ദിവസം മാക്സിമം, 90 ദിവസം കൂട്ടിയാൽ മതി. അത്രയും ദിവസം അവർക്ക് ഈ രോഹിണി, കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തരക്കാരെന്ന് പറയുന്ന ഇടവക്കൂറുകാർക്ക് ഒരു 90 ദിവസം വ്യാഴാനുകൂല്യം, വലിയ കേമായിട്ടില്ലെങ്കിൽ പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സമയം. എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു ആശ്വാസം കിട്ടുന്ന സമയമാണ്. ആ സമയത്ത് അവർക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പൊതുവെ ഈ ഒരു വർഷം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ 90 ഈ പറയുന്ന വ്യാഴപ്പകർച്ച ഒഴിച്ച് ഈ ഒരു വർഷത്തിൽ വ്യാഴം 3 നിൽക്കുന്ന കാലഘട്ടമാണ്. അതുമാത്രമല്ല 4 നിൽക്കുന്ന കേതു അവർക്ക് 3ലേക്ക് വരും. കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന രാഹു 9ലേക്ക് വരും, മകരം രാശിയിലേക്ക് വരും. അപ്പം അങ്ങനെ വരുമ്പം സാമ്പത്തികപരമായ അസ്ഥിരാവസ്ഥ ഉണ്ടാവുക, മനസമാധാനം കുറയുക, ഭയങ്കര മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാവുക, അച്ഛനും അമ്മയ്ക്കൊക്കെ അസുഖാദികൾ ഉണ്ടാവുക, മാതാപിതാക്കൾക്ക് അസുഖങ്ങളുണ്ടാവുക, അവർക്ക് ദുരിതങ്ങളുടെ കാലഘട്ടം ഉണ്ടാവുക, ധനപരമായ ദുർവ്യയങ്ങൾ ഉണ്ടാവുക, തൊഴിൽ സംബന്ധമായ എന്താ പറയണേ സ്റ്റക്കുകൾ ഒക്കെ ഉണ്ടാകും. തൊഴിലൊക്കെ നിന്നു പോകുന്ന അവസ്ഥയിലേക്ക് വരിക. വ്യവസായികൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായ അവസ്ഥാവിശേഷം. കഷ്ടി അങ്ങ് ഓടിപ്പോകുന്നു. അന്നത്തെ അങ്ങനെ എങ്ങനെയൊക്കെയോ അങ്ങ് അഡ്ജസ്റ്റ് പോകുന്നതിനപ്പുറത്തേക്കൊരു വിജയം ഈ വർഷം പൊതുവേ കാണുന്നില്ല. അതിനകത്ത് ശകലം ശ്വാസം കിടാൻ സമയം കിട്ടുന്നത് ഈ ഒക്ടോബർ 31 തൊട്ട് ഈ പറയുന്ന ജനുവരി 24 വരെയുള്ള കാലഘട്ടമാണ്. ആകെ 85-86 ദിവസം മാത്രമാണ് ഒരു ചെറിയൊരു ആശ്വാസം കിട്ടും. പൊതുവേ അത്ര ക്ഷേമമായിട്ടൊന്നും പറയാൻ പറ്റില്ല.
ഭാഗ്യാഭിവൃദ്ധികൾക്കൊക്കെ ഭാഗ്യമൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് കാര്യങ്ങൾ നടക്കാതിരിക്കുക, ഭാഗ്യങ്ങൾക്കൊക്കെ ബന്ധനങ്ങൾ ഉണ്ടാവുക, നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം ഉറപ്പുള്ള കാര്യം നടക്കാതെ വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവുക. അതുപോലെ തന്നെ കൂടപ്പിറപ്പുകളൊക്കെ ആയിട്ട് അസ്വാരസ്യങ്ങൾ വരിക, കൂടപ്പിറപ്പുകളുമായിട്ട് അഭിപ്രായ ഭിന്നത വരിക, ഇങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഈ ഇടവക്കൂറുകാർക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. ആദ്യമായി പറയട്ടെ, ഇടവക്കൂറുകാർ ഈ നിലവിൽ കർക്കിടക മാസത്തിലായാലും ചിങ്ങമാസത്തിലായാലും അടുത്ത കർക്കിടകം വരെ നിർബന്ധമായിട്ട് ആഴ്ചയിൽ 2-3 ദിവസം മഹാവിഷ്ണുവിൻ്റെ, ശ്രീകൃഷ്ണൻ്റെ, ശ്രീരാമൻ്റെ, നരസിംഹത്തിൻ്റെ അങ്ങനെ വൈഷ്ണവാദി ക്ഷേത്രമുണ്ടോ അവിടെ എത്ര മാത്രം പോകാവോ അത്രയും പോവുക. ഇനി അത്രയും പറ്റിയില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഭഗവാനെ തൊഴാനുള്ള ഒരവസ്ഥയുണ്ടാക്കണം. 3-4 മാസം കൂടുമ്പോൾ ഗുരുവായൂർ പോലത്തെ അല്ലെങ്കിൽ ശ്രീപത്മനാഭം പോലത്തെ അങ്ങനെയുള്ള മഹാക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. എത്രമാത്രം നാരായണസ്തുതികൾ, ഹരിനാമകീർത്തനായാലും നാരായണനാമാണെങ്കിലും എത്രമാത്രം ജപിക്കാവോ അത്രയും ജപിക്കുക. അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ബൃഹസ്പതിയെ ധ്യാനിച്ച് ആ ബൃഹസ്പതി മന്ത്രങ്ങൾ ജപിക്കുക, നവഗ്രഹ ക്ഷേത്ര ദർശനങ്ങൾ ചെയ്യുക, ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ എല്ലാം ചെയ്യണം എന്നല്ല. നാരായണനാമം ജപിച്ചാൽ മതി, നാരായണനാമം തന്നെ ധാരാളം ജപിച്ചാൽ മതി. അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം, വൈഷ്ണവാദി ക്ഷേത്ര ദർശനം അത് നിർബന്ധമായിട്ട് ചെയ്യുക. പിന്നെ മാതാപിതാക്കൾക്കൊക്കെ അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് തുല്യമായി നിൽക്കുന്ന അമ്മാവന്മാരും മുത്തശ്ശന്മാരും മുത്തശ്ശിമാർക്കൊക്കെ അസുഖങ്ങളൊക്കെ വന്ന നിർബന്ധമായി ആദ്യം ഹോസ്പിറ്റലൈസ് ചെറുതെന്ന് കണക്കാക്കി നിൽക്കേണ്ട, ഏതൊരു അസുഖം വന്നാലും കൃത്യമായ വൈദ്യപരിശോധന നിർബന്ധമാക്കുക. ആ സമയങ്ങളിൽ ഈ പറഞ്ഞ പോലെ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി പോലത്തെ, കൂവളമാല പോലത്തെ, ശംഖാഭിഷേകം പോലത്തെ, ധാര പോലത്തെ വഴിപാടുകളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ കാരണന്മാർക്ക് വേണ്ടി അതും ചെയ്യാൻ ശ്രമിച്ചോണം. സങ്കടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നിർബന്ധമായിട്ട് അവർ ചെയ്തു പോകുക. അത് ഇടവക്കൂറുകാർക്ക് വിഷ്ണുഭജനം ചെയ്തോളൂ, എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സങ്ങളൊക്കെ മാറി നന്നാവും. വൈഷ്ണവ നാമജപം ജപിക്കട്ടെ, വൈഷ്ണവ നാമജപങ്ങൾ നാരായണ സ്തുതികൾ കൊണ്ട് ഈ വർഷം അങ്ങ് പോക്കട്ടെ, ഒരു കുഴപ്പമുണ്ടാവില്ല, കേമായിട്ട് നടക്കും. എന്നാലും ശ്വാസം വിടാൻ കുറച്ച് സമയം, ഒരു ചിങ്ങത്തിലേക്ക് വരുന്ന സമയം ഒരു അനുകൂലമാണ്. ആ സമയത്ത് ഞാൻ വീണ്ടും ഒന്നുകൂടി ഇതിനെക്കുറിച്ച് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നതാണ്. എങ്കിലും ഞാൻ ഇപ്പോഴേ പറഞ്ഞു എന്ന് മാത്രം. ഈ ഒരു വർഷത്തെ പൊതുവത്തെ ഒരു ആധിക്യമാണ്. അതുപോലെ തന്നെ ഈ ഇടവക്കൂറുകാർ കേസുകളിലൊക്കെ പെടാതെ ശ്രദ്ധിക്കണം. ചെക്ക് പോലത്തെ കാര്യങ്ങൾ ആർക്കും ഒപ്പിട്ട് കൊടുക്കരുത്. ജൈവീത ആർക്കും ജാമ്യം നിൽക്കരുത്. വസ്തുക്കൾ സൂക്ഷിച്ച് പണയം വയ്ക്കുക. കൃഷികളൊക്കെ ഇറക്കുമ്പോൾ എന്താ പറയണേ, ഈ കാലാവസ്ഥാ നാശങ്ങൾ വരാതെ ശ്രദ്ധിക്കുക. ഇതൊക്കെ ഒന്ന് ചെയ്യണം, നല്ലതാണ്. അടുത്ത മിഥുനൻ രാശി മകരത്തിൻ്റെ അവസാനവും തിരുവാതിരയും പുണത്തിൻ്റെ ആദ്യ ഭാഗവും കൂടുന്ന മിഥുനൻ രാശിക്കാർക്ക് കണ്ടകശനി കാലമാണ്. 10ൽ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. 2ാം ഭാവത്ത് ധനസ്ഥാനത്ത് വ്യാഴമാണ്. താരതമ്യേന മിഥുനക്കൂറുകാർക്ക് നല്ല ദൈവവിശ്വാസം, ദൈവാനുഗ്രഹം, അമ്പലത്തിൽ പോകുന്നവർക്ക് ഏറ്റവും ഗംഭീര സമയമാണ് 2ലെ വ്യാഴം. നടക്കാത്തത് പലരും നടക്കുന്ന സമയമാണ്. ഭാഗ്യാഭിവൃദ്ധിയുള്ള സമയമാണ്, സമ്പത്തുള്ള സമയമാണ്, ഐശ്വര്യമുള്ള സമയമാണ്. ചെയ്യുന്നത് പലതും നല്ല രീതിയിൽ വരാൻ പറ്റുന്ന കാലഘട്ടത്തിലാണ് മിഥുനക്കൂറുകാർ ജീവിക്കണം. നല്ല ഭക്തിയും കൂടെ വേണം കേട്ടോ. ജീവിതത്തിൽ ഒരിക്കലും അമ്പലത്തിൽ പോകാതെ ഗോവിന്ദമ്പൂരി പറഞ്ഞു 2ൽ വ്യാഴമാണ് ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞിരിക്കരുത്. കാരണം നല്ല പ്രാർത്ഥനയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ്, ദൈവാനുഗ്രഹമുള്ളവർക്കാണ് ഏത് സമയദോഷങ്ങൾ, അതായത് സമയത്തിൻ്റെ അവസ്ഥകളുടെ ഗുണങ്ങളെല്ലാം ദൈവാനുഗ്രഹമുള്ളവർക്കാണ് ലഭിക്കണം. ദൈവാനുഗ്രഹം ഉള്ളവർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. അവർക്ക് ഈ മിഥുന രാശിക്കാർക്ക് ഈ പറയുന്ന ഒക്ടോബർ മാസം 31 തൊട്ട് ജനുവരി മാസം 24, ഒക്ടോബർ 31 തൊട്ട് ജനുവരി 24 വരെ ഈ കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴം ചിങ്ങത്തിലേക്ക് വരും. ആ സമയം ഏകദേശം ഒരു 10-15 ദിവസത്തോളം ഈ പൊതുവെ അവർക്കൊരു മോശമാവും, ദുരിതങ്ങളുണ്ടാവും, സങ്കടങ്ങളുണ്ടാവും. ആ കാലഘട്ടത്തിൽ ഒരു വൈഷ്ണവ ഭജനം, വിഷ്ണു പ്രാർത്ഥന, അമ്പലത്തിൽ ദർശനം, വൈഷ്ണവ നാമജപാദികളൊക്കെ ചെയ്യേണ്ട കാലഘട്ടമാണ് ഈ 3ലേക്ക് വ്യാഴം വരുന്നത്. പിന്നീട് വ്യാഴപ്പകർച്ച, അതായത് ജനുവരി മാസം 24 തിരിച്ച് കർക്കിടകത്തിലേക്ക് വന്നതിന് ശേഷം പിന്നെ അടുത്ത ജൂണിൽ മാത്രമാണ് വ്യാഴത്തിൻ്റെ പകർച്ചയുള്ളൂ. ഈ മിഥുനം കൂറുകാർക്ക് ഇപ്പം 3ലെ ചിങ്ങൻ രാശി നിൽക്കണ കേതു ഏകദേശം ഡിസംബർ മാസം 5 ആകുമ്പം കർക്കിടകത്തിലേക്ക് വരും. അതുപോലെ 9ാം ഭാവത്ത് നിൽക്കണ രാഹു മകരരാശിയിലേക്ക് വരും, അഷ്ടമത്തിലേക്ക് വരും. അപ്പം 2ാം ഭാവമാകുന്ന
കർക്കിടകൻ രാശിയിലേക്ക് കേതുവിൻ്റെ ബന്ധവും അഷ്ടമരാശിയായ മകരത്തിലേക്ക് രാഹുവിൻ്റെ ബന്ധവും കൂടെ ഡിസംബർ മാസം തൊട്ട് വരികയാണ്. അപ്പോൾ വ്യാഴാനുകൂല്യമുണ്ട്. പൊതുവെ ശാന്തമായ വർഷമാണ്. കാര്യങ്ങൾ നടക്കാൻ പറ്റിയ വർഷമാണ്. എല്ലാ കാര്യങ്ങൾക്കും തീരുമാനമാകാൻ പറ്റിയ വർഷമാണ്. സമ്പത്തിലായാലും ജോലിക്കായാലും ഐശ്വര്യത്തിലായാലും വ്യവസായത്തിലായാലും സിനിമാ മേഖലയിലായാലും നിൽക്കുന്നവർക്ക് നല്ലതാണ്. വിദേശത്തുള്ളവർക്ക് ഗുണകരമാണ്. പുതിയ പുതിയ സംരംഭങ്ങൾ ചെയ്യാൻ പറ്റുന്ന സമയമാണ്. എന്നിരുന്നാലും ഈ പറയുന്ന ഒക്ടോബർ 31 തൊട്ട് ജനുവരി മാസം 24-ാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ വൈഷ്ണവ ഭജനം ഏകദേശം 90 അത്രയും കാലം നന്നായി ശ്രദ്ധിച്ചു പോകണം. ഡിസംബർ മാസം 5-ാം തീയതി തൊട്ട് വരുന്ന ഒരു വർഷക്കാലം 2-ൽ കേതുവും അഷ്ടമത്തിൽ രാഹുവാണ്. ശാരീരികമായി നിൽക്കുന്ന ദുരിതങ്ങൾ, ശാരീരികമായി നിൽക്കുന്ന അസ്വസ്ഥതകൾ, ധനപരമായി നിൽക്കുന്ന വിഷയങ്ങൾ, ധനപരമായി നിൽക്കുന്ന ദുരിതങ്ങൾ, കാര്യതടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ആ സമയങ്ങളിൽ. അപ്പം ഡിസംബർ മാസത്തിന് ശേഷം വരുന്ന സമയത്ത് നല്ല മഹാദേവ ഭജനങ്ങൾ വേണം, ഗണപതി ഭജനങ്ങളും വേണം. നന്നായിട്ട് ഗണപതിയെ എന്നും തൊഴുത് ഏത്തയിടുക. മാസത്തിലൊരിക്കൽ ഗണപതി ഹോമം കഴിക്കുകയോ ഗണപതിക്ക് തേങ്ങയുടയ്ക്കുകയോ ഗണപതിക്ക് ആഴ്ചയിലൊരിക്കൽ കറുകമാല ചാർത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോയില്ലെങ്കിൽ സാമ്പത്തികപരമായ അസ്ഥിരാവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതകളും വാഗ്ദോഷങ്ങളും വാക്കുകൊണ്ട് പല ദുരിതങ്ങളും വരുത്തി വയ്ക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ അഷ്ടമരാഹു എന്ന് പറയുന്നത് ദുരിതത്തെ പ്രദാനം ചെയ്യുന്നതാണ്, സങ്കടത്തെ പ്രദാനം ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് മഹാദേവ ഭജനവും നിർബന്ധമായിട്ട് ഡിസംബർ മാസം തൊട്ടാണ്. അപ്പോൾ വ്യാഴാനുകൂല്യം ഉണ്ടെങ്കിൽ പോലും ഡിസംബർ തൊട്ട് കുറച്ച് ദുരിതങ്ങൾ കാണുന്നതിനാൽ ശൈവപരമായ മഹാദേവ ഭജനങ്ങളും ഗണപതി ഭജനങ്ങളും കൂടെ നടത്തുക. നമശിവായക്ക് ധാരാളം നമശിവായ ജപിക്കുക. ഗണപതിക്ക് ഇഷ്ടമുള്ള ഗണപതി കീർത്തനങ്ങൾ, ഗണപതിക്ക് ഇഷ്ടമുള്ള വഴിപാടുകൾ ഇത്യാദി ചെയ്യുക. അതൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ കാര്യങ്ങൾ ഇപ്പോൾ ഈ വ്യാഴം ആനുകൂല്യമുള്ള ചാരവശാൽ വ്യാഴാനുകൂല്യമുള്ള കാലഘട്ടം ആയതുകൊണ്ട് ഒരു കാര്യം തുടങ്ങുന്നതിനോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനോ പുതിയ ജോലിക്ക് പ്രവേശിക്കുന്നതിനോ ജോലി മാറ്റങ്ങൾക്കോ വസ്തു വാങ്ങാനോ അതിനൊന്നും തടസ്സങ്ങൾ ഉണ്ടാവില്ല. അതൊക്കെ നടക്കാൻ പറ്റുന്ന കാലഘട്ടം തന്നെയാണ്. അതൊക്കെ ശ്രമിക്കാവുന്ന കാലഘട്ടമാണ്. അത്ര വലിയ അമ്പലത്തിൽ ഈ പറയുന്ന പ്രാർത്ഥനയുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നല്ല നല്ല നിക്ഷേപങ്ങൾ, നല്ല നല്ല എന്താ പറയണ ക്രയവിക്രയങ്ങൾ അതിനൊക്കെ പറ്റിയ കാലഘട്ടമാണ്. അതിലൊന്നും കുഴപ്പമില്ല. ആരോഗ്യരംഗം ഒന്ന് ശ്രദ്ധിച്ചോളുക. ധന ഇടപാടുകളൊന്ന് ശ്രദ്ധിക്കണം. ഇത്രയും മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. മിഥുനക്കൂറുകാർക്ക് പൊതുവേ ചാരവശാൽ വ്യാഴം നല്ല സ്ഥാനത്ത് നിൽക്കുന്നതും ഈ ഇടയ്ക്കൊരു സമയത്ത് മാത്രം ചെറിയ മോശം വരുന്നതെന്ന കാര്യങ്ങളുള്ളതുകൊണ്ട് ഭയപ്പെടാനൊന്നുമില്ല. അനുകൂലമായ വർഷം തന്നെയാണ്. ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം. പക്ഷേ പ്രാർത്ഥനയും നാമജപാദികളും നിർബന്ധമായിട്ട് വരുത്തുക. അത് ശൈവപരമായി നിൽക്കുന്ന പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക, ഗണപതി ഉപാസന കൂട്ടുക, അതൊക്കെ ചെയ്തു പോവുക. ഈ മിഥുനക്കൂറിൽ നിന്ന് നേരെ കർക്കിടകക്കൂറിലേക്ക് വരുമ്പോൾ പുണർത നക്ഷത്രത്തിൻ്റെ അവസാനവും പൂയവും ആയില്യവും കൂടുന്ന കർക്കിടകക്കൂറ്. ഈ കർക്കിടകക്കൂറുകാർക്ക് നിലവിൽ വ്യാഴം ലഗ്നത്തിൽ തന്നെയുണ്ട്. അവരുടെ 2-ാം ഭാവത്താണ് കേതുവിൻ്റെ ബന്ധം, അഷ്ടമത്തിലാണ് രാഹുവിൻ്റെ ബന്ധം. ഈ അഷ്ടമരാഹു 7-ാം ഭാവത്തേക്ക് വരും. 2-ാം ഭാവത്ത് നിൽക്കുന്ന കേതു ലഗ്നത്തിലേക്ക് വരും. അപ്പോൾ വ്യാഴം ലഗ്നത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിഗംഭീരാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. 12-ാമടത്തായിരുന്നു വ്യാഴം അതിനു മുമ്പ്. അത് ലഗ്നത്തിലേക്ക് വന്നപ്പോൾ അതിൻ്റെ ഒരു അനുകൂലാവസ്ഥ, കുടുംബ ബന്ധങ്ങളിൽ സമാധാനങ്ങളുണ്ടാവുക, കുടുംബ ബന്ധങ്ങളിൽ സന്തോഷങ്ങളുണ്ടാവുക, നല്ല നല്ല കാര്യങ്ങൾ നടക്കുക, അതിനൊക്കെ ഒരു വളരെ ഗുണകരമായ കാലഘട്ടമാണ് ലഗ്നത്തിലെ വ്യാഴം. ഈ ഒരു വർഷം പൊതുവെ ഈ കർക്കിടകക്കൂറുകാർക്ക് ഗംഭീരമാണ്. ഇനിയിപ്പോൾ വ്യാഴം ഒരു 90 ദിവസത്തേക്കുള്ള പകർച്ച വരുന്നുണ്ട് ഒക്ടോബർ മാസത്തിൽ. ആ സമയത്തിന് 2-ലേക്ക് വ്യാഴം തന്നെ അവർക്ക് അനുകൂലമാണ്. അപ്പോൾ കർക്കിടകക്കൂറുകാർക്ക് കർക്കിടകത്തിൽ വ്യാഴം നിൽക്കണു, ലഗ്നത്തിലായതുകൊണ്ട് ശക്തി കുറവ് അങ്ങനെ നിരീക്കണ്ട. എന്നാലും പ്രതികൂലത്തിലല്ലാത്തത് കൊണ്ട് സമാധാനപരമായി നിൽക്കുന്ന ഒരവസ്ഥാ കാലഘട്ടമായിരിക്കും, സന്തോഷകരമായ അവസ്ഥാ കാലഘട്ടമായിരിക്കും. പൊതുവെ അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹു ദേഹാസ്വസ്ഥ്യങ്ങളും ദേഹദുരിതങ്ങൾ, നീർക്കെട്ടുകൾ, ഞരമ്പ് സംബന്ധമായ അസുഖങ്ങൾ ഇത്യാദിയൊക്കെ ഉണ്ടാക്കാൻ സാധ്യതകളുള്ളൊരു കാലഘട്ടത്തിലാണ്. അത് 7-ലേക്ക് വരുമ്പം കാര്യവിഘ്നങ്ങൾ, തടസ്സങ്ങൾ, അതായത് ഇപ്പോൾ ഈ ഡിസംബർ മാസം 5-ാം തീയതി തൊട്ട് കർക്കിടകക്കൂറുകാർക്ക് തടസ്സങ്ങൾ നന്നായിട്ട് വർദ്ധിക്കുക, തടസ്സങ്ങൾ ദുരിതങ്ങൾ ഉണ്ടാക്കുക, വിവാഹാദികൾക്കൊക്കെ തടസ്സങ്ങൾ വരിക, വിവാഹം ആലോചിക്കുന്നവർക്ക് ബുദ്ധിമുട്ട് വരിക, അല്പസ്വല്പം ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഇതിനൊക്കെ സാധ്യതകളുണ്ടാവുക. അതുപോലെ തന്നെ ദൂരദേശ യാത്രകളൊക്കെ മുടങ്ങിപ്പോവുക, ഇതിനൊക്കെ സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട്
പൊതുവേ വ്യാഴം ലഗ്നത്തിലും രണ്ടിലുമൊക്കെ ആയിട്ട്, ലഗ്നത്തിലാണല്ലോ നിൽക്കണേ, രണ്ടിലേക്ക് 90 ദിവസമേ വരുന്നുള്ളൂ. എങ്കിലും 2 ഭജനവും ഇവർ നിർബന്ധമായി ചെയ്യുക എന്നുള്ളതാണ്. ഒന്ന്, ലഗ്നത്തിലെ വ്യാഴത്തിന് ശക്തി കൂട്ടണം, അത്ര കേമല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് വൈഷ്ണവാദി നാമജപാദികളും പ്രാർത്ഥനകളും ഒക്കെ അതിഗംഭീരമായിട്ട് തന്നെ നടക്കണം. എങ്കിൽ മാത്രമാണ് ആ വ്യാഴ ആനുകൂല്യം, അതായത് വൈഷ്ണവാനുകൂല്യം, വിഷ്ണുനാമങ്ങളും നാരായണ സ്തുതികളൊക്കെ ജപിക്കുമ്പോഴാണ് ആ ഭാഗ്യാഭിവൃദ്ധികളും നന്മയൊക്കെ ഐശ്വര്യം കൂടുന്നത്. പിന്നെ ഈ അഷ്ടമത്തിലെ രാഹു 7ലേക്ക് വരുമ്പം രാഹുവിൻ്റേതായി നിൽക്കുന്ന ആ ദുരിതങ്ങൾ കാണുന്നത് കൊണ്ട് മഹാദേവനെ ശിവനെ, രാഹുവിനെ നന്നായി പ്രാർത്ഥിക്കുക എന്നാണ് പറയേണ്ടത്. മനസ്സിലാവുന്നോ? കളത്ര സൗഭാഗ്യങ്ങളൊക്കെ ലഭിക്കാനായിട്ട്, കളത്ര സുഖങ്ങളൊക്കെ ലഭിക്കാനായിട്ട്, നല്ല നല്ല ദേഹം, പുഷ്ടിയുള്ള ദേഹം ഉണ്ടാവാനായിട്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് മഹാദേവ ഭജനം ചെയ്യണം. അത് ഡിസംബർ തൊട്ട് നിർബന്ധമായിട്ട് ചെയ്തു കൊള്ളണം. ഇപ്പോഴും ചെയ്യാൻ പാടില്ലെന്നല്ല, അഷ്ടമത്തിലെ രാഹു ദുരിതത്തെ വരുത്തലാണ് മഹാദേവ. ഇപ്പം 2 ഭജനവും കർക്കിടകക്കൂറുകാർക്ക് വേണ്ടതാണ്. മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എങ്കിലും അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു 2 വർഷത്തെ 2 വർഷത്തെ ഉള്ള 2 വർഷത്തേക്ക് പ്ലാൻ ചെയ്യാവുന്ന പല കാര്യങ്ങൾക്കും അവർക്ക് ചെയ്യാവുന്നതാണ്. ജോലികൾക്ക് മാറാൻ ശ്രമിക്കുന്നതാണ്, നല്ല നല്ല വാഹനാദികൾ മേടിക്കാൻ ശ്രമിക്കുന്നതാണ്, നല്ല നല്ല കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റുന്നതാണ്, മംഗളകരമായ മുഹൂർത്തങ്ങൾ ഉണ്ടാവാം, സന്തോഷകരമായി നിൽക്കുന്ന നന്മകളും ഐശ്വര്യം ഉണ്ടാവാം, ശ്രേഷ്ഠമായ യാത്രകൾ പോവാം, വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നടക്കാൻ നല്ലതാണ്. ഇതിനൊക്കെ നടക്കാൻ പോസിറ്റീവായ ഒരുപാട് കാര്യങ്ങളുണ്ട്, സംശയമില്ല. പക്ഷേ അതൊക്കെ സമയക്രമമായി നമ്മളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഈ ഭജനവും കൂടി ഉണ്ടാകുമ്പോൾ നല്ലതാണ്, അത് ഗംഭീരമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 2 ഭജനവും ചെയ്യുന്നത് നല്ലതാണ്. പൊതുവേ ഈ വർഷം അത്ര വിപരീതം എന്ന് പറയാനില്ല, അനുകൂലം തന്നെയാണ്. പിന്നെ രാഹുകേതുക്കളുടെ പകർച്ച വരുമ്പോൾ കുറച്ചുകൂടെ ഇത് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ. കർക്കിടകക്കൂർക്ക് നല്ലതാണ്. ചിങ്ങക്കൂറിലേക്ക് വരാം. ചിങ്ങക്കൂറിലേക്ക് വരുമ്പം മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യ ഭാഗമാണ് ചിങ്ങക്കൂറ്. ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ ഈ വർഷം 12ാം ഭാവത്ത് വ്യാഴമാണ്, അഷ്ടമത്തിൽ ശനി ബന്ധമുണ്ട്, 7ാം ഭാവത്ത് രാഹുവിൻ്റെ ബന്ധമുണ്ട്, ലഗ്നത്തിൽ കേതുവിൻ്റെ ബന്ധം, അങ്ങനെയൊക്കെയാണ്. അവർക്ക് ഈ ഇടയ്ക്ക് വ്യാഴത്തിൻ്റെ ഒരു പകർച്ച വരുന്നത് കൊണ്ട്, അതായത് ഈ പറയണ ഒക്ടോബർ മാസം തൊട്ട് ജനുവരി മാസം 24-ാം തീയതി, ഒക്ടോബർ തൊട്ട് ജനുവരി 24-ാം തീയതി തൊട്ട് 12 നിൽക്കുന്ന വ്യാഴം ലഗ്നത്തിലേക്ക് വരും. ആ പറയണ ഏകദേശം 90 ദിവസം അവർക്കൊരു ശ്വാസം വിടാനുള്ള സമയം കിട്ടും, ഒരു സമയം കിട്ടും, സംശയമില്ല. പക്ഷേ എന്നിരുന്നാലും ഈ ഡിസംബർ മാസം തൊട്ട് ലഗ്നത്തിൽ നിൽക്കുന്ന കേതു 12ാം ഭാവത്തേക്കും 7ൽ നിൽക്കുന്ന രാഹു 6ലേക്കൊക്കെ വരുന്ന സമയമാണ്. പൊതുവെ ചാരവശാൽ വ്യാഴം പ്രതികൂല കാലത്ത് നിൽക്കുന്നത് കൊണ്ട് അവരുടെ ഒരു അവസ്ഥ പൊതുവെ അങ്ങോട്ട് എന്താ പറയുക, 100% സംതൃപ്തമായൊരു യാത്രയാണ് എന്ന് പറയാൻ പറ്റില്ല. അനുകൂലമാവസ്ഥയായ പല കാര്യങ്ങളുണ്ടെങ്കിലും പ്രതികൂലാവസ്ഥയ്ക്ക് ബലാധിക്യം കൂടുതലാണ്. കാര്യം ഒന്ന് വ്യയത്തിൻ്റെ, നഷ്ടങ്ങളുടെ, ബുദ്ധിമുട്ടുകളുടെ, നമുക്ക് ജീവിതോപാധികളായി നിൽക്കുന്ന പല കാര്യങ്ങളും, സാമ്പത്തികങ്ങളായാലും തൊഴിലിനായാലും ഭാഗ്യാവൃത്തിക്കായാലും ധാരാളം നഷ്ടങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. നമ്മളിന്ന് നഷ്ടങ്ങൾ കൂടുതലായിട്ട് വരാനുള്ള സാധ്യതകളൊക്കെ കൃത്യമായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ദുരിതങ്ങൾ, സങ്കടങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, തൊഴിൽപരമായ പ്രശ്നങ്ങൾ, കുടുംബപരമായ പ്രശ്നങ്ങൾ, ഇതൊക്കെ കാണാനുള്ള സാധ്യതകൾ. ഈ ലോൺ പോലെ എടുത്തിരിക്കുന്ന ആൾക്കാർക്ക് ലോണുകൾക്കൊക്കെ ബുദ്ധിമുട്ടുകൾ വരിക, അങ്ങനെയുള്ള വ്യവസായങ്ങൾ തുടങ്ങിയവർക്ക് അത് സ്റ്റക്കായി പോവുക, നമ്മൾ ആശ്രയിച്ചിരുന്ന പലരുമായിട്ട് അഭിപ്രായ ഭിന്നത ഉണ്ടാവുക, അതൊക്കെ ഈ കാലഘട്ടത്തിൽ നടക്കേണ്ട കാലഘട്ടമാണ്. നമ്മൾ ഉത്തമം ഉറപ്പെന്ന് വിചാരിച്ച പല വ്യക്തികളിൽ നിന്ന് പ്രതികൂലമായ നടപടികൾ ഉണ്ടാവുക, അങ്ങനെയുള്ള അധികാരികളുടെയൊക്കെ എന്താ പറയുക ദേഷ്യത്തിലൊക്കെ പാത്രീഭവിക്കുക, സസ്പെൻഷൻ വരെ കിട്ടാവുന്ന അവസ്ഥയുണ്ടാവും. ഇങ്ങനെയൊക്കെ സാധിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ മഹാക്ഷേത്രങ്ങളായി നിൽക്കുന്ന ഗുരുവായൂർ, ശ്രീ പത്മനാഭൻ, അങ്ങനെയൊക്കെ പറയുന്ന മഹാക്ഷേത്രങ്ങൾ നിർബന്ധമായിട്ട് വർഷത്തിൽ ഒരിക്കലെന്നുള്ള ചിന്തയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ 2-3 മാസം കൂടുമ്പോൾ ഒന്ന് ദർശനം നടത്തണം എന്നുള്ളതാണ്. നരസിംഹത്തിൻ്റെ ഉപാസനയും ശ്രീരാമ ഉപാസനയും മഹാവിഷ്ണു ഉപാസനയും നിർബന്ധമായി ചെയ്യുക. അവരുടെ സ്തുതികളും നാമജപാദികളും കൃത്യമായി നടത്തുക.
എത്ര സമയം നാരായണനാമം ജപിക്കുകയോ അത്രയും സമയം നാരായണനാമം ജപിക്കുക. ആഴ്ചയിൽ 2-3 ദിവസം വൈഷ്ണവാദി ക്ഷേത്രം, അത് ശ്രീകൃഷ്ണനോ ശ്രീരാമനോ നരസിംഹോ വിഷ്ണു ആരായാലും കുഴപ്പമില്ല, അവിടെ ദർശനങ്ങൾ നടത്തുക. മാസത്തിലൊന്ന് രാഹുകേതുകൾക്ക് ഗണപതി ഹോമം, ഗണപതിക്ക് എന്തെങ്കിലും വഴിപാടുകൾ കഴിക്കുക, സർപ്പത്തിന് പാൽപ്പായസമോ അങ്ങനെയുള്ള കദളിപ്പഴ നിവേദ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോവുക. അതൊക്കെ വളരെ ഗംഭീരമാണ്, നല്ലതാണ്, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ കുറച്ചുകൂടെ ഗുണകരമായി നിൽക്കുന്നൊരവസ്ഥാവിശേഷം ചിങ്ങക്കൂറുകാർക്ക് വരും. അടുത്തത് കന്നിക്കൂറാണ്. ഉത്രത്തിൻ്റെ അവസാനവും അത്തവും ചിത്രയും കൂടുന്ന കന്നിക്കൂറ്. കന്നിക്കൂറുകാർക്ക് 10 വ്യാഴാണ്, 11ാമത്തെ വ്യാഴാണ്, 10 11ാമത്തെ വ്യാഴാണ്. കർക്കിടകത്തിലാണ് വ്യാഴം നിൽക്കണം, 11ലാണ് വ്യാഴം നിൽക്കണം. ഈ വ്യാഴത്തിൻ്റെ ഒരു ചെറിയ പകർച്ച വരുമ്പോൾ, അതായത് ഈ പറഞ്ഞ ഒക്ടോബർ മാസം തൊട്ട് ജനുവരി മാസം 24 വരെയുള്ള കാലഘട്ടത്തിൽ 12ാമത്തെ വ്യാഴം വരും. ആ കാലഘട്ടം ഒന്നും ചെയ്യാതിരിക്കുക. നല്ല കാര്യങ്ങളോ ചീത്ത കാര്യങ്ങളോ നല്ലതല്ല, എന്ത് ചെയ്താലും അബദ്ധമാവണ കാലഘട്ടമാണ് ഈ ഒക്ടോബർ. ഏകദേശം 90 ദിവസം ഒന്ന് സൂക്ഷിച്ച് നിൽക്കേണ്ട കാലഘട്ടമാണ് കന്നിക്കൂറുകാർക്ക്. ആ സമയത്ത് നേരത്തെ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബദ്ധത്തിൽ ചാടണ്ട എന്ന് വിചാരിച്ചാൽ ഇത് പറയണത്. ഈ ഒക്ടോബർ 31 തൊട്ട് ജനുവരി മാസം ഏകദേശം 24-ാം തീയതി വരെയുള്ള വ്യാഴത്തിൻ്റെ 12ാമത്തേക്ക് വരുന്ന കാലഘട്ടമാണ്. അവർക്ക് ഈ കന്നിക്കൂറുകാർക്ക് 6ാം ഭാവമാവുന്ന കുംഭൻ രാശിയിലാണ് ഇപ്പോൾ രാഹു, 12ാം ഭാവമാവുന്ന ചിങ്ങൻ രാശിയിലാണ് കേതു നിൽക്കുന്നത്. അത് ഡിസംബർ മാസം തൊട്ട് 5ാം ഭാവമാവുന്ന മകരൻ രാശിക്കും 11ാം ഭാവമാവുന്ന കർക്കിടകൻ രാശിയിലേക്കും രാഹു കേതുക്കൾ വരും. രാഹുവിൻ്റെ കേതുക്കളുടെ പകർച്ച അവർക്ക് ദുരിതമാണ്. കാര്യം 11ാമത്തെ വ്യാഴം ഉണ്ടെങ്കിലും മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കുക, രാഹുകേതുക്കളുടെ പകർച്ചയെ കഴിയുമ്പോൾ കുട്ടികൾക്ക് ദുരിതങ്ങൾ ഉണ്ടാക്കുക, കുട്ടികൾക്ക് സങ്കടം ഉണ്ടാക്കുക, അഭീഷ്ടങ്ങൾക്കൊക്കെ സാധ്യതകൾ കുറയും, അഭീഷ്ടങ്ങൾ തടസ്സപ്പെടുക, ഇങ്ങനെയുള്ള സാധ്യതകളൊക്കെ കാര്യമുണ്ട്. അപ്പോൾ ഈ ഡിസംബർ മാസം 5ാം തീയതിക്ക് ശേഷം രാഹുകേതുക്കളുടെ പകർച്ച, ആ സമയത്ത് ഒന്നുകൂടി ആ വീഡിയോ പറയുന്നതായിരിക്കും, ആ പകർച്ച പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നതായിരിക്കും. എങ്കിലും ഡിസംബർ മാസത്തിന് ശേഷം മഹാദേവൻ്റെയും സർപ്പത്തിൻ്റെയും ഗണപതി ഭജനമൊക്കെ ധാരാളം ചെയ്യുന്ന ശ്രമിക്കാറുണ്ട്. പൊതുവെ ഈ വർഷം 11ാമത്തെ വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ടും ഇടയ്ക്ക് വ്യാഴത്തിൻ്റെ പകർച്ച മാറുന്നുണ്ട്, 90 ദിവസത്തേക്ക് മാറുന്നതിലും പൊതുവെ അനുകൂലമായ കാലഘട്ടമായ കാരണം ദോഷാധിക്യത്തെക്കാൾ കൂടുതൽ ഗുണാധിക്യമുള്ള വർഷമാണ്. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ലത് വരാനും ഒക്കെ പറ്റിയ സമയങ്ങളാണ്. മാനസികമായി നിൽക്കുന്ന സന്തോഷകരമായ നിമിഷങ്ങളും അനുഭൂതികളും സംരംഭങ്ങളും സന്ദർഭങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നല്ല നല്ല ജോലി വിദേശത്ത് ശ്രമിക്കുന്നവർക്ക് 100% നടക്കുന്നതാണ്. വിദേശത്ത് ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് നടക്കുന്ന കാലഘട്ടമാണ്. അങ്ങനെയൊക്കെ പറ്റാവുന്ന കാലഘട്ടമാണ്. നാട്ടിലാണെങ്കിലും ഗൃഹനിർമ്മാണം, വാഹനങ്ങൾ മേടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ സമയം പൊതുവെ അനുകൂലമായൊരു കാലഘട്ടമാണ് എന്ന് പറയേണ്ടി വരും. കാരണം അതിനിടയ്ക്ക് ചെറിയ ചെറിയ ദുരിതങ്ങൾ വരുന്നുണ്ട്. വ്യാഴം ചിങ്ങത്തിലേക്ക് വരുമ്പോൾ ചെറിയ കഷ്ടകാലം. ആ സമയത്ത് എത്ര നാരായണ ഭജനം ചെയ്യാവോ, എത്ര വിഷ്ണു ഭജനം ചെയ്യാവോ അത്രയും ചെയ്യുക എന്നാണ് പറയേണ്ടത്. അതുപോലെ തന്നെ ഡിസംബർ മാസം തൊട്ട് ഒരു വർഷത്തേക്ക് ഗണപതി ഭജനവും രാഹു ഭജനവും നന്നായി ചെയ്യുക. ഇതൊക്കെ ചെയ്തു പോകണം. മാനസിക സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാനുള്ള നമഃശിവായ ജപിച്ചോളുക. കുട്ടികൾക്ക് ദുരിതം വരാതിരിക്കാൻ മഹാദേവന് വഴിപാടുകൾ കഴിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു പോകുന്നത് വളരെ കേമാണ്. അതുപോലെ തന്നെ കന്നിക്കൂറുകാർക്ക് കാർഷിക സംബന്ധമായിട്ട് വ്യവസായ സംബന്ധമായിട്ടൊക്കെ അനുകൂലമാണ്. പുതിയ കാർഷിക മേഖലയൊക്കെ തുറക്കാവുന്ന നല്ലതാണ്. അല്ലെ പുതിയ പുതിയ സംരംഭങ്ങൾ തുറക്കാൻ പറ്റുന്ന നല്ലതാണ്. പുതിയ പുതിയ വഴി മാറി ഈ ജോലി വിട്ട് മറ്റൊരു ജോലി ചെയ്യാനൊക്കെ പറ്റുന്ന കാലഘട്ടമാണ്. അതിനൊന്നൊരു ദോഷങ്ങളില്ല, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത തുലാക്കൂറാണ്. ചിത്രയുടെ അവസാനവും ചോദ്യവും വിശാഖത്തിൻ്റെ ആദ്യ ഭാഗവും കൂടുന്ന തുലാക്കൂറ്. അവർക്ക് നിലവിൽ 5ാം ഭാവത്ത് രാഹുവാണ്, 11ാമടുത്ത് കേതുവാണ്. അതുപോലെ തന്നെ കർക്കിടകത്തിൽ 10ാം ഭാവത്താണ് വ്യാഴം സഞ്ചരിക്കുന്നത്. 10ലെ വ്യാഴം അവർക്ക് കേമാണ് എന്നൊന്നും പറയാനില്ല, കുഴപ്പമില്ല. വ്യാഴാനുകൂല്യമുണ്ട്, പക്ഷേ പ്രതികൂലം എന്നും പറയാനില്ല, അനുകൂലം പറയില്ല. അത്ര കേമായ ഫലത്തെ ഒന്നും 10ലെ വ്യാഴം നൽകില്ലെങ്കിൽ പോലും പ്രതികൂലമായ അവസ്ഥകളൊക്കെ വളരെ കുറവായിരിക്കും. 5ാം ഭാവത്ത് നിൽക്കുന്ന രാഹു എന്ന് പറയുന്നത് ഈ പറയണ പോലെ ദുരിതങ്ങൾ, ഒന്നാമത് തുലാൻ രാശിക്ക് 5ാം ഭാവം കുംഭൻ രാശി ബാധകരയാണ്. അപ്പോൾ 5 നിൽക്കുന്ന രാഹു അത്ര അനുകൂലമായ ഘടകമല്ല. അപ്പോൾ ആ ഡിസംബർ മാസത്തിന് ശേഷം രാഹു അവിടുന്ന് മകരത്തിലേക്ക് വരികയാണ്. രാഹു മകരത്തിലേക്ക് വരും. കേതു വന്ന് കർക്കിടകത്തിലേക്ക് പോവും, കർമ്മസ്ഥാനത്തിലേക്ക് പോവും. അങ്ങനെയാണ് അവരുടെ രാഹുകേതുക്കളുടെ പകർച്ച വരുമ്പോൾ. ഈ 10ലെ വ്യാഴം ഏകദേശം ഒരു 3 മാസക്കാലം ഒക്ടോബർ തൊട്ട് ജനുവരി 24-ാം തീയതി വരെ 11ാമടുത്ത് വരും.
ആ സമയം അതിഗംഭീരമാണ്, അതികേമാണ്, ഭയങ്കര നല്ല സമയമാണ്. കാരണം 11ാമത്തെ വ്യാഴം വരിക എന്ന് പറഞ്ഞാൽ 3 മാസക്കാലം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയ കാലഘട്ടമാണ് ആ 3 മാസം. കാരണം നല്ല നല്ല കാര്യങ്ങൾ വരിക, നഷ്ടങ്ങളൊക്കെ നികത്തുക, ബിസിനസ്സിൽ പെട്ടെന്ന് ലാഭം ഉണ്ടാവുക, പെട്ടെന്ന് ജോലി കിട്ടുക, വിവാഹാദികൾ നിശ്ചയിക്കുക, വിദേശയാത്രകൾ നടക്കുക. ആ കാലമൊക്കെ പൊതുവെ ആ സമയത്ത് നല്ലതാണ്. പൊതുവെ അത്ര കേമാണ് എന്നൊന്നും പറയാനില്ല. പക്ഷെ ദോഷത്തേക്കായാലും ഗുണാധിക്യമുള്ള വർഷമാണ്. 5ലെ രാഹു 4ലേക്ക് മാറുമ്പം മാനസികമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്ന പല കാര്യങ്ങൾക്കും തീരുമാനം ഉണ്ടാവും. കുട്ടികൾക്ക്, സന്താനങ്ങൾക്ക് നല്ല നല്ല ഭാവികൾ, അവർക്കൊരു ഓപ്പണിങ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടാവും. സന്തതിക്ക്, പരമ്പരയ്ക്ക് നന്നാവാനും സന്തതി ഉണ്ടാവാനും ഒക്കെ നല്ല കാലഘട്ടമാണ് 5ലെ രാഹു 4ലേക്ക് ഡിസംബർ മാസം തൊട്ട് മാറുമ്പോൾ. പക്ഷേ കുടുംബപരമായി നിൽക്കുന്ന ചെറിയ അസ്വാരസ്യങ്ങളും ആ ഒപ്പം പറയാവുന്നതാണ്. മാസത്തിലൊന്ന് ഈ തുലാക്കൂറുകാർ ഗണപതി ഹോമം കഴിക്കുക, ഇടയ്ക്ക് ഗണപതിക്ക് കറുകമാലയോ കദളിപ്പഴ നിവേദ്യമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, ഗണപതി ക്ഷേത്രങ്ങൾ ദർശനം നടത്തുക, അതൊക്കെ നല്ലതാണ്. പൊതുവേ ഒരു ഈ വർഷം എന്ന് പറയുന്നത് വൈഷ്ണവ ഭജനം കൂടുതലായിട്ട് വേണ്ട വർഷക്കാലമാണ്. കാരണം ചാരവശാൽ 10ൽ നിൽക്കുന്ന വ്യാഴം അനുകൂലമായെങ്കിൽ മാത്രമേ ജീവിതത്തിൽ കുറച്ചുകൂടെ ഭംഗിയായി നിൽക്കുന്ന കാര്യങ്ങളുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വൈഷ്ണവ ആനുകൂല്യം, വൈഷ്ണവ പ്രാർത്ഥനകൾ, വൈഷ്ണവ ജപാദികൾ കൂടുതൽ വേണ്ട സമയമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഫലപ്രദമായ കാര്യങ്ങളുണ്ടാവും. ഗുരുവായൂർ ദർശനമൊക്കെ നടത്തുന്നത് നല്ലതാണ്. എല്ലാ ദിവസവും നാരായണ ഭജനവും നാരായണ സ്തുതികളൊക്കെ ജപിക്കുക, വ്യാഴാഴ്ച നൊയമ്പെടുക്കുക, വ്യാഴാഴ്ച ഒരിക്കലെടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. നല്ലൊരു ഫലമായിട്ടാണത് പറയുന്നത്. നാമജപാദികൾക്ക് വർദ്ധിക്കുക. ഏത് കാര്യം ചെയ്യുമ്പോഴും ഈ പറഞ്ഞ പോലെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം പൊതുവെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തുടങ്ങുന്നത് നല്ലതാണ്. ഭഗവാനെ കൂടുതലായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങുക, ഒക്കെ ചെയ്യുന്നത് ഈ തുലാക്കൂറുകാർക്ക് നല്ലതാണ്. എന്നാലും ഡിസംബറിന് ശേഷമുള്ള ഈ രാഹു കേതുക്കളുടെ പകർച്ച കഴിയുമ്പം മാനസികമായ സമ്മർദ്ദങ്ങളൊക്കെ കുറച്ച് കുറയാനുള്ള സാധ്യത, കുട്ടികൾക്കൊക്കെ നല്ലത് വരാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ കുടുംബത്തിൽ ചെറിയ ചെറിയ ദുരിതങ്ങളുണ്ടെങ്കിലും കുടുംബ ദുരിതങ്ങൾക്കൊക്കെ വേണ്ടി കുടുംബത്തിൽ തന്നെ നാമജപാദികൾ ചെയ്യുക, കുടുംബത്തെ ദുരിതങ്ങൾ മാറാനായിട്ട് ഈശ്വരന്മാരോട് പ്രാർത്ഥിക്കുക, കുടുംബത്തിൽ നമഃശിവായ ജപം കൂടുതലായിട്ട് കൂട്ടുക, അതൊക്കെ ചെയ്യുന്ന ഡിസംബർ മാസം തൊട്ട് നല്ലതാണ്. ഗുണാധിക്യമാണ് കൂടുതൽ. പക്ഷേ വൈഷ്ണവഭജനം ചെയ്താലാണ് അതിന് ശക്തി കൂടുള്ളൂ. നല്ല നല്ല ഇൻഷുറൻസ് മേഖലയിലെ സാമ്പത്തിക നിക്ഷേപം, ഷെയർ മാർക്കറ്റിലെ സാമ്പത്തിക നിക്ഷേപമൊക്കെ നല്ലതാണ്. അതുപോലെ ഈ പറഞ്ഞ പോലെ ഭൂമി ഇടപാടുകൾ, അതൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല സമയമാണ്. അതൊന്നും ദോഷമായിട്ട് കാണുന്നില്ല. അതൊക്കെ ചെയ്യുവാണെങ്കിൽ കൂടുതലായൊരു ഫലത്തിലേക്ക് വരും. പക്ഷേ എല്ലാ പരമാവധി വ്യാഴാഴ്ചകൾ വിഷ്ണു ക്ഷേത്ര ദർശനം, വൈഷ്ണവ ക്ഷേത്ര ദർശനം, നാമജപാദികളൊക്കെ ചെയ്ത് പോകണം. എങ്കിൽ മാത്രമേ അത് ഉത്തരോത്തര അഭിവൃദ്ധിയിലേക്ക് വരുള്ളൂ. സംഘർഷങ്ങളായ പല നിമിഷങ്ങളുണ്ടെങ്കിലും അത് അവസാനിപ്പിക്കും, വളരെ രമ്യമായി അവസാനിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. വരും കാലഘട്ടം 11ാമത്തേക്ക് വ്യാഴം വന്നാലും നല്ലതാണ്. അങ്ങനെ ഒരു അവസ്ഥയാണ് തുലാക്കൂറുകാർക്ക് പൊതുവെ നടക്കണേ. അപ്പോൾ അതുകൊണ്ട് അത്രയ്ക്ക് ഭയപ്പെടാനുള്ളൊരു കാലഘട്ടമില്ല. പക്ഷേ നിർബന്ധമായ നാമജപാദികളും ക്ഷേത്രദർശനങ്ങളൊക്കെ നിർബന്ധമായി ചെയ്തു പോകുക എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് തുലാം രാശിയിൽ നിന്ന് നമ്മൾ വൃശ്ചികം രാശിയിലേക്ക് വരുമ്പോൾ വിശാഖത്തിൻ്റെ അവസാനവും അനിഴവും തൃക്കേട്ടയും കൂടുന്നതാണ്. അവർക്ക് നിലവിൽ ഈ പറയണ പോലെ വ്യാഴം വളരെ അനുകൂലത്തിലാണ്. 9ലേക്കാണ് വ്യാഴം നിൽക്കുന്നത്. കർക്കിടക രാശി വ്യാഴം നിൽക്കുകയാണ്. അവരുടെ 5-നകത്താണ് ശനി നിൽക്കുന്നത്. 4ാം ഭാവത്താണ് രാഹു. അതുപോലെ തന്നെ അവരുടെ 10ലാണ് കേതു നിൽക്കുന്നത്. 10ാം ഭാവത്താണ് കേതു നിൽക്കുന്നത്. 10ാം ഭാവത്ത് നിൽക്കുന്ന ഡിസംബർ മാസം നിൽക്കുന്ന 10ാം ഭാവത്ത് നിൽക്കുന്ന കേതു 9ാം ഭാവമാവുന്ന കർക്കിടക രാശിയിലേക്കും, 4ാം ഭാവം കുംഭൻ രാശിയിൽ നിൽക്കുന്ന രാഹു 3ാം ഭാവമാവുന്ന മകരൻ രാശിയിലേക്ക് വരും. വ്യാഴം ഈ സമയത്ത് ഒരു ചെറിയ 90 ദിവസത്തേക്ക് മാറ്റം ഉണ്ടെങ്കിലും പൊതുവെ വൃശ്ചിക രാശിക്കാർക്ക് അനുകൂലമായ ഘടകമാണ്, അനുകൂലമായ അവസ്ഥയാണ്. കാരണം രാഹുകേതുക്കളുടെ പകർച്ചയൊക്കെ കഴിയുമ്പോൾ കുറച്ചുകൂടി ഡിസംബർ തൊട്ട് കുറച്ചുകൂടി അനുകൂലമായ നല്ല സുഖകരമായ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന സ്ഥലത്തിലേക്കുള്ള തൊഴിൽ മാറ്റങ്ങൾ ലഭിക്കുക, നല്ല നല്ല ജോലികൾ കിട്ടുക, ജോലി മാറി കിട്ടുക, ജോലിക്ക് പ്രൊമോഷൻ കിട്ടുക, സന്തോഷകരമായ നിമിഷങ്ങളുണ്ടാവുക, മേലധികാരികൾ നന്നായി പെരുമാറുക, അങ്ങനെയുള്ള സാധ്യതകളൊക്കെ. അതുപോലെ തന്നെ
സാമ്പത്തിക മേഖലയിൽ ഉയർച്ച ഉണ്ടാവുക, സാമ്പത്തിക വരുമാനങ്ങൾ കൂടുക, അതിനൊക്കെ സാധ്യതകളുള്ള സമയമാണ്. കുടുംബത്തായാലും കുട്ടികളിലായാലും മംഗളകരമായ കാര്യങ്ങൾ നടക്കുക, മംഗളപരമായ സന്തോഷകരമായ നിമിഷങ്ങളുണ്ടാവുക, നല്ല നല്ല യാത്രകൾ പോവുക, നല്ല നല്ല സുദിനങ്ങളുണ്ടാവുക, അതിനൊക്കെ സാധ്യതകളുണ്ടാവുക. വാഹനങ്ങൾ മാറി മേടിക്കാനുള്ള സമയങ്ങളൊക്കെ ഉണ്ടാവുക, ഒക്കെ ചെയ്യുക. സിനിമാ മേഖലയും രാഷ്ട്രീയ മേഖലയിൽ നിൽക്കുന്നവർക്കൊക്കെ അനുകൂലമായ ഘടകങ്ങളുണ്ടാവുക, അതിനൊക്കെ പറ്റിയ സമയം. അപ്പോൾ പൊതുവെ അവർക്കൊക്കെ അനുകൂലമായ കാലഘട്ടമാണ്. എങ്കിലും ഈ പറഞ്ഞ പോലെ വ്യാഴം ഉച്ചബലവാനായിട്ട് ഭാഗ്യസ്ഥാനത്ത് നിൽക്കണതാണ്. ഒരുപാട് ഭാഗ്യാഭിവൃദ്ധികൾക്കുണ്ട്. ആ ഗുണങ്ങളെല്ലാം നന്നായി ലഭിക്കുന്നതിനായിട്ട് ഈ പറഞ്ഞ പോലെ ഭജനങ്ങളും പ്രാർത്ഥനകളും നാമജപാദികളും ഒക്കെ നന്നായിട്ട് ചെയ്യണം. 5-ാം ഭാവത്ത് ശനിയൊക്കെ നിൽക്കുന്ന കാരണം ഈ പറഞ്ഞ പോലെ ഹനുമാനെയും ഗണപതിയൊക്കെ നന്നായി പ്രാർത്ഥിക്കാം, അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക, അതൊക്കെ ചെയ്യണം, നല്ലതാണ്. അതൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടിയൊക്കെ ഗുണകരമായൊരു അവസ്ഥാവിശേഷം ഉണ്ടാവും, നല്ലതാണ്. അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ വ്യാഴാഴ്ച ദിവസം ഒരിക്കലെടുക്കുക, വ്യാഴാഴ്ച വിഷ്ണുക്ഷേത്ര ദർശനമൊക്കെ ചെയ്യുന്നത് കുറച്ചുകൂടെ ഭാഗ്യാഭിവൃദ്ധിക്ക് കാണും. കാര്യങ്ങൾ പൂർത്തിയാകാൻ, നല്ല രീതിയിൽ അടക്കാൻ, നന്മയോടെ അടക്കാൻ, ഐശ്വര്യത്തോടെ അടക്കാൻ വ്യാഴാഴ്ച വ്രതങ്ങളും വ്യാഴാഴ്ച ഒരിക്കലൊക്കെ എടുക്കുന്നത് നല്ലതാണ്. പൊതുവെ ഒരു ഏറ്റവും കൂടുതലായിട്ട് നല്ല ഗുണകരമായ പല സംരംഭങ്ങളും സംഭവങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് വൃശ്ചികക്കൂറുകാർക്ക്. പ്രാർത്ഥനയും കൂടെ ഉണ്ടായാൽ മതി, നന്നായി നടക്കും. അടുത്തത് നമ്മൾ ധനുക്കൂറിലേക്ക് വരികയാണ്. മൂലം, പൂരാടവും ഉത്രാടത്തിൻ്റെ ആദ്യ ഭാഗവും. അവർക്ക് നിലവിൽ അഷ്ടമത്തിലാണ് വ്യാഴം നിൽക്കുന്നത്, സമയമോശമാണ്. എങ്കിലും ഈ പറഞ്ഞ പോലെ ആ വ്യാഴത്തിൻ്റെ ചിങ്ങത്തിലേക്കുള്ള പകർച്ച വരുന്ന 85 ദിവസക്കാലം, ഒക്ടോബർ തൊട്ട് ഈ പറയുന്ന ജനുവരി മാസം 24-ാം തീയതി വരെയുള്ള കാലഘട്ടം, ആ ഒരു 2-3 മാസം അവർക്ക് കുറച്ച് അനുകൂലമായൊരു കാലഘട്ടം ഉണ്ടാവും, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. നിലവിൽ അവർക്ക് കണ്ടകശനിയാണ്. ഡിസംബർ മാസം 5-ാം തീയതി തൊട്ട് ഈ 3-ൽ നിൽക്കുന്ന രാഹു 2-ാം ഭാവമെന്ന മകരൻ രാശിയിലേക്കും 9-ാം ഭാവത്ത് നിൽക്കുന്ന കേതു അഷ്ടമമായി നിൽക്കുന്ന കർക്കിടകത്തിലേക്കും വരികയാണ്. അപ്പോൾ സാമ്പത്തികപരമായ ദുരിതങ്ങൾ ഡിസംബർ മാസം തൊട്ട് കൂടുതലുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക ദുരിതങ്ങളുണ്ടാവുക, മാനസിക ദുരിതങ്ങളുണ്ടാവുക, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവുക, ഇങ്ങനെയുള്ള ഇത്യാദി വിഷയങ്ങളൊക്കെ കൂടുതലായിട്ട് കാണും. അത് രാഹുകേതുക്കളുടെ 1 വർഷത്തെ ഫലമാണ്. വ്യാഴം അനുകൂലമായാലും ആ ഫലങ്ങൾക്കൊക്കെ അറുതിയാവില്ല. വ്യാഴവും പ്രതികൂലാവസ്ഥ തന്നെയാണ്. പൊതുവെ ഒരു 10-85 ദിവസത്തേക്ക് വ്യാഴം അനുകൂലത്തിൽ വരുന്നുണ്ടെങ്കിലും പൊതുവെ ഈ വർഷം വ്യാഴം പ്രതികൂലത്തിൽ തന്നെയാണ്. അടുത്ത ജൂൺ മാസത്തിലാണ് ശരിക്കും അവർക്ക് വ്യാഴം 9-ലേക്ക് വരുള്ളൂ. അതിനിടയ്ക്കൊരു മാറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ധനുക്കൂറുകാർ ഗംഭീരമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് രാഹുകേതുക്കളുടെ പകർച്ചകളും. സാമ്പത്തിക ഇടപാടുകൾ വളരെ നിർബന്ധമായി ശ്രദ്ധിക്കണം. ആർക്കും അനാവശ്യമായി നിൽക്കുന്ന പൈസ കൊടുക്കാതിരിക്കുക, പൈസകൾ വായ്പകൾ കൊടുക്കാതിരിക്കുക, അനാവശ്യമായി ലോണുകളോ മറ്റു കാര്യങ്ങളോ ചെയ്യാതിരിക്കുക, കടങ്ങൾ വരുത്തി വയ്ക്കാതിരിക്കുക, വസ്തുക്കളൊക്കെ ഈട് വയ്ക്കുമ്പോൾ സൂക്ഷിക്കുക, വസ്തു വിൽക്കാനുള്ളവർ സൂക്ഷിക്കുക, ചിലപ്പം അതൊക്കെ മുടങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഓരോ ലോണുകളും ക്രയവിക്രയങ്ങളും നന്നായി ശ്രദ്ധിക്കുക, അതൊക്കെ ശ്രദ്ധിക്കണം. സാമ്പത്തിക ഇടപാടുകളെല്ലാം ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ്. കാരണം അതൊക്കെ ചിലപ്പോൾ നഷ്ടത്തിലേക്ക് വരാണ്. വ്യവസായ രംഗത്ത് ഒരുപാട് പൈസ മുടക്കിയുള്ള ബിസിനസ്സുകളൊക്കെ പുതിയത് തുടങ്ങാതിരിക്കുക, ഉള്ളതുപോലെ നിലനിർത്തി പോകുന്ന കാര്യങ്ങളുണ്ട്. പുതിയ സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായി നോക്കി പഠിച്ചതിനും ശേഷം മാത്രം ചെയ്യുക. അതുപോലെ ഒരു കാര്യത്തിലും പെട്ടെന്ന് ആരെയും വിശ്വസിക്കാതിരിക്കുക. കാരണം എന്താ വെച്ചാൽ ചതികൾ പറ്റാനുള്ളതും അപകടങ്ങൾ പറ്റാനുള്ള സാധ്യതകൾ ധനുക്കൂറുകാർക്ക് കൂടുതലാണ്. ശാരീരികമായും മാനസികമായും നിൽക്കുന്ന സമ്മർദ്ദങ്ങൾ ഏറുകയും ഒറ്റപ്പെട്ട് താമസിക്കേണ്ടയും വീട് വിട്ടു പോകേണ്ട അവസ്ഥാവിശേഷം ചിലപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. വിദേശത്തുള്ളവർക്കും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ശമ്പളം പോവുക, ജോലി നഷ്ടപ്പെടുക, അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പ്രതികൂലമായ കാലഘട്ടം ഉള്ളതുകൊണ്ട് ഓരോ എന്താ വെച്ചാൽ അധിക ചിലവുകളൊക്കെ ഈ വർഷം ഒഴിവാക്കുന്നത് നല്ലതാണ്. അനാവശ്യമായി നിൽക്കുന്ന ആർഭാടമായി നിൽക്കുന്ന യാത്രകൾ ഒഴിവാക്കുന്നതാണ്. മാക്സിമം പൈസകൾ സേവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ സേവ് ചെയ്ത് വെച്ചോളുക. കാരണം നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയാണ്. എത്രമാത്രം ശ്രീരാമ ഭജനവും എത്രമാത്രം മഹാവിഷ്ണു ഭജനവും എത്രമാത്രം കൃഷ്ണഭജനവും ചെയ്യാവോ അത്രയും ചെയ്യുക. ശ്രീകൃഷ്ണ ഭജനത്തിൽ നിങ്ങൾ ലോകത്ത് എവിടെയാണെങ്കിലും ഗുരുവായൂരപ്പനെ ഭജിക്കുക. എല്ലാ ദിവസവും ഗുരുവായൂരപ്പനെ തൊഴാതെ ഒരു ദിവസം ഉണ്ടാവരുത്. എല്ലാ ദിവസവും ഗുരുവായൂരപ്പനോട് ഐശ്വര്യം തേടാത്തൊരു ദിവസം ഉണ്ടാകും. എല്ലാ ദിവസവും ഒരു പ്രാവണിയെങ്കിലും ഗുരുവായൂരപ്പനെ മനസ്സിലോ ജീവിതത്തിലോ കൊണ്ടുവരാത്തൊരു ദിവസം ഉണ്ടാകുന്നത് ധനുക്കൂറുകാർ. അതുപോലെ ശ്രീരാമജയം, ശ്രീരാമനെ എന്തുമാത്രം പ്രാർത്ഥിക്കുക. കാര്യവിജയത്തിന് വേണ്ടി വിദ്യാർത്ഥികൾക്കൊക്കെ അത്യാവശ്യമാണ്. കാര്യവിജയത്തിന് വേണ്ടി ബുധഭഗവാനെ പ്രാർത്ഥിക്കുക. ഇതൊക്കെ ചെയ്തുകൊള്ളണം. ബുധനെ പ്രാർത്ഥിക്കുക. അതൊക്കെ ചെയ്യണം.
എത്രമാത്രം നാരായണനാമം ജപിക്കാമോ അത്രയും നാരായണനാമം, എത്രമാത്രം കൃഷ്ണസ്തുതികൾ ജപിക്കാമോ അത്രയും കൃഷ്ണസ്തുതി ജപിക്കാം. പക്കപ്പിറന്നാൾ തോറും നിർബന്ധമായ ഒരു വർഷത്തേക്ക് പാൽപ്പായസം കഴിക്കാം. ഡിസംബർ തൊട്ട് എല്ലാ മാസവും സർപ്പത്തിന് പാൽപ്പായസമോ കദളിപ്പഴ നിവേദ്യം അങ്ങനെയുള്ള കരിക്കഭിഷേകം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോകും. ഇടയ്ക്ക് ഒരു ഗണപതി ഹോമമൊക്കെ കഴിക്കുക, ഗണപതിക്ക് കറുകമാലയൊക്കെ കൊടുക്കുക, ഗണപതിക്ക് അപ്പം വഴിപാട് കൊടുക്കുക, അതൊക്കെ ചെയ്തു പോവുക. ഗണപതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, ഇതൊക്കെ ചെയ്യുക. എല്ലാ ദിവസവും ഇതൊക്കെ പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ ഗംഭീരമാണ്, വളരെ കേമാണ്. നേരെ നമ്മൾ മകരക്കൂറിലേക്ക് വരുമ്പം ഉത്രാടത്തിൻ്റെ അവസാനവും തിരുവോണവും ഔട്ടത്തിൻ്റെ ആദ്യ ഭാഗം കൂടുന്ന മകരക്കൂറാണ്. മകരക്കൂറുകാർക്ക് 12ാം ഭാവത്ത് രാഹു ആണ് ഇപ്പോൾ നിൽക്കണേ, അഷ്ടമത്തിൽ കേതുവാണ് നിൽക്കണേ, 7ൽ വ്യാഴാണ്. പൊതുവെ മകരക്കൂറുകാർക്ക് ഈ കഴിഞ്ഞ ജൂണിലെ വ്യാഴപ്പകർച്ച കഴിഞ്ഞ അനുകൂലമാണ്. കുറച്ച് 1.5 മാസമേ ആയിട്ടുള്ളൂ. അവർക്കിപ്പോൾ ഈ വ്യാഴം ചിങ്ങത്തിലേക്ക് പോകുമ്പം, അതായത് ഈ ഒക്ടോബർ മാസം തൊട്ട് ജനുവരി മാസം വരെയുള്ള സമയം എന്ന് പറഞ്ഞാൽ അഷ്ടമത്തിലേക്ക് വരുമ്പം ചെറിയ പ്രതികൂലാവസ്ഥയൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട് മകരക്കൂറുകാർക്ക്. എന്താ പറയുക, സ്പീഡിൽ കൊണ്ടുപോയി പോകുന്ന ആ വാഹനം പെട്ടെന്ന് സ്പീഡ് കുറഞ്ഞ പോലെ ഒന്ന് കിടക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പൊതുവെ ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ 7 വ്യാഴം നിൽക്കുന്നതാണ്. ഡിസംബർ 5 തൊട്ട് രാഹു ലഗ്നത്തിലേക്ക് വരിക, എന്നുവെച്ചാൽ മകരത്തിലേക്ക് വരിക, 7ലേക്ക് കേതു വരിക, 7ാം ഭാവത്തേക്ക് കേതു വരിക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശാരീരികമായ ദുരിതങ്ങളേറാനും കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ വരാനും അങ്ങനെയൊക്കെ സാധ്യതകളുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ എന്താ പറയുക, ഡിസംബർ മാസം തൊട്ട് സർപ്പത്തിനുള്ള പ്രാർത്ഥനയും ദൈവങ്ങൾക്ക് മാസത്തിലെ സർപ്പദൈവങ്ങളെ തൊഴുക, സർപ്പത്തെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക, സർപ്പത്തിന് എന്തെങ്കിലും വഴിപാടുകൾ കഴിക്കുക, എല്ലാ ദിവസവും മാക്സിമം നമഃശിവായ ജപിക്കുക, മഹാദേവ ക്ഷേത്രങ്ങളിൽ ഞായറാഴ്ചകളിൽ ദർശനം നടത്തുക, ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്യുക. 7ാം ഭാവത്ത് പൊതുവെ ഈ വർഷം 7ലെ വ്യാഴം നിൽക്കണം. കാരണം പൊതുവെ ഗുണകരമായൊരു വർഷമാണ് മകരക്കൂറുകാർക്കെന്ന് പറയാം. കാരണം ചാരവശാൽ വ്യാഴം ഉച്ചബലമായിട്ട് 7 നിൽക്കുന്നുണ്ടെങ്കിലും എന്ത് കഷ്ടപ്പാട് സഹിച്ചാലും എല്ലാ കാര്യങ്ങളും നടക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ആ വ്യാഴം 7 നിൽക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് 3 മാസം മാറുണ്ടെങ്കിൽ പോലും വ്യാഴം അനുകൂലത്തിലായാലും കാര്യസിദ്ധി എന്ന് പറഞ്ഞ സാധനങ്ങൾ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് പുതിയ കാര്യങ്ങൾ ഏർപ്പെടാനായിട്ട്, പുതിയ വ്യാപാര മേഖല കണ്ടുപിടിക്കാനായിട്ട്, പുതിയ സംരംഭങ്ങൾ കണ്ടുപിടിക്കാനായിട്ട്, പുതിയ നിക്ഷേപ സാധ്യതകൾക്കൊക്കെ കാലഘട്ടമാണ്. നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മുടങ്ങിക്കിടക്കുന്നതൊക്കെ നടക്കാൻ പറ്റിയ സാധനമാണ്. ചിട്ടി പോലെ നമ്മൾ ശ്രമിച്ചിട്ട് കിട്ടാത്ത സാധനങ്ങളൊക്കെ കിട്ടാൻ വയ്ക്കുക, ലോണൊക്കെ കുറേ കാലം ശ്രമിച്ചിട്ട് കിട്ടാത്ത ലോണുകളൊക്കെ നടക്കുക. അതുപോലെ വീടിന് പുനരുദ്ധാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഭംഗിയാക്കാനൊക്കെ ശ്രമിക്കുന്നവർക്ക് അതൊക്കെ നടക്കാൻ പറ്റുക, വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ വീടുകൾ നിർമ്മിക്കാൻ പറ്റുക, വസ്തുക്കൾ മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വസ്തുക്കൾ മേടിക്കാൻ നടക്കുക, വിദേശത്തേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശയാത്ര നടക്കുക, ഷെയർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്നവർക്ക് ഷെയറിനകത്ത് നല്ല ലാഭങ്ങൾ ഉണ്ടാവാൻ സാധിക്കുക. ഇതിനൊക്കെ സാധിക്കാൻ പറ്റിയ സമയമാണ്. കാരണം വ്യാഴ ഉച്ചബലമാണ്, നല്ല സ്ഥാനത്ത് നിൽപ്പുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ പരമാവധി വിഷ്ണുഭദ്രം ചെയ്യുമ്പോഴാണ് ഇവിടെ കിട്ടുന്ന ആ സത്ത് കൂടുതലായിട്ട് നമുക്ക് ലഭിക്കുള്ളൂ. ആ ഭാഗ്യാവൃത്തി കിട്ടേണ്ട പോലെ ക്രമമായി നമുക്ക് ലഭിക്കണം, അതിനു വേണ്ടിയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ വളരെ നല്ല തട്ടി ലഭിക്കാൻ വൈഷ്ണവഭദ്രം ചെയ്യണം. ഈ ലഗ്നത്തിലേക്ക് ഡിസംബർ 5 തൊട്ട് രാഹു വരുമ്പം മഹാദേവനെ പ്രാർത്ഥിക്കാത്ത, മഹാദേവനെ തൊഴാത്ത, മഹാദേവനെ സ്മരിക്കാത്തൊരു ദിവസവും സർപ്പദൈവങ്ങളെ സ്മരിക്കാത്തൊരു ദിവസങ്ങളും ഉണ്ടാകാതിരിക്കുക. മാസത്തിൽ നിർബന്ധമായിട്ടും ഒരിക്കലെങ്കിലും ഗണപതി ക്ഷേത്രങ്ങളിൽ പോവുക, ഒരു ഗണപതി ഹോമം കഴിക്കുകയോ നിർബന്ധമായി ചെയ്തു പോവുക. പൊതുവെ ഈ വർഷം അവർക്ക് അനുകൂലമായ കാലഘട്ടങ്ങളുണ്ടാവും. നല്ല സ്ഥാനമാനങ്ങളും മറ്റു വിഷയങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട്. നല്ല കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗുണത്തിനാണ് ആധിക്യം കൂടുതൽ, ദോഷത്തേക്കാൾ കൂടുതൽ. എങ്കിലും ശ്രദ്ധിക്കണം. അങ്ങനെയാണ് മകരം രാശി. നേരെ നമുക്ക് കുംഭത്തിലേക്ക് വരാം. കുംഭത്തിലേക്ക് വരുമ്പം 6ൽ വ്യാഴം സഞ്ചരിക്കുകയാണ്. 6ാം ഭാവത്തെ വ്യാഴം എന്ന് പറഞ്ഞാൽ സ്വജനങ്ങളെല്ലാം നമുക്കെതിരാവുക, സൽജനങ്ങൾ എതിരാവുക, അനുകൂലമായൊരു പ്രതികൂലമാവുക, നന്മയുള്ളത് ചീത്തയാവുക, ഇതിനൊക്കെ സാധ്യതയുണ്ട്. കാരണം പറഞ്ഞാൽ ഈ കുംഭക്കൂർ എന്ന് പറഞ്ഞാൽ അവിട്ടവും ചതയവും പൂരുട്ടാതെ ആദ്യ ഭാഗവും കൂടുന്ന സ്ഥലങ്ങളാണ്. നമ്മുടെ എന്താ പറയുക, പലർക്കും അതിപ്പോൾ നിലവിൽ അനുഭവിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരും ഉണ്ട്. നമ്മുടെ നേതൃത്വ നിരയിൽ നിൽക്കുന്ന പലരും ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. കാരണം മോശ സമയം കൂടെയാണ്. അവർക്ക് പൊതുവെ അനുകൂലമായ ഈ വ്യാഴത്തിൻ്റെ പകർച്ച ഇടയ്ക്ക് ഒക്ടോബർ 30 തൊട്ട് ജനുവരി മാസം 24 വരെ ആ സമയങ്ങളിൽ കുറച്ച് അനുകൂലമാവും. ഈ എന്താ പറയണേ,
ഒരുപാട് കുഴഞ്ഞു മറിഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ച് അനുകൂലത്തിലേക്ക് വരാൻ പറ്റിയ കാര്യങ്ങളാണ്. കുറേ കാര്യങ്ങൾക്ക് തീരുമാനമാക്കാൻ പറ്റുകയാണ്. ഒന്ന് ശ്വാസം വിടാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒരുപാട് മുടങ്ങിക്കിടക്കാൻ നടക്കാൻ പറ്റും. ഒരുപാട് ചെറിയ ചെറിയ സൽപ്പേരുകൾ കേൾക്കാൻ പറ്റിയ സമയമൊക്കെയാണ് ആ സമയം. പക്ഷെ പൊതുവെ ഈ വർഷം വ്യാഴം 6-ലാണ്. ഒന്ന് 7.5 ശനിയുടെ അവസാന കാലഘട്ടമാണ്. പിന്നെ ലഗ്നത്തിൽ നിൽക്കുന്ന രാഹു 12ലേക്ക് പോകും. 7 നിൽക്കുന്ന കേതു 6ലേക്ക് വരും. അങ്ങനെ ചെറിയൊരു മാറ്റങ്ങൾ. എത്ര കഷ്ടപ്പെട്ടാലും നിരീക്കുന്ന കാര്യങ്ങൾ നിരീക്കുന്ന സ്ഥലത്ത് എത്തിക്കാൻ ഇവരെ കൊണ്ട് സാധിക്കും. എത്ര ബുദ്ധിമുട്ടിയാലും അവസാന കാര്യവിജയം ഉണ്ടാവും. ഇങ്ങനെയൊക്കെ കുറേ സാധ്യതകളുണ്ട്. ശാരീരികമായി ശ്രദ്ധിച്ചോണം. ശാരീരികമായി അസുഖങ്ങളും രോഗങ്ങളും ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. സമയക്രമങ്ങളായി ഭക്ഷണാദികൾ കഴിക്കാൻ ശ്രമിക്കുക. വാവിട്ട് നമ്മളെന്തെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ് ഒരു 3 പ്രാവശ്യം ആലോചിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അനാവശ്യമായി വിവാദങ്ങളിൽ ചെന്ന് ചാടാനുള്ള സാധ്യതകളുണ്ട്. സാമ്പത്തിക ഇടപാടുകളെല്ലാം ക്രയവിക്രയങ്ങളെല്ലാം സൂക്ഷിച്ചു മാത്രം കൈകാര്യം ചെയ്യേണ്ട കാലഘട്ടമാണ്. നഷ്ടങ്ങൾക്ക് സാധ്യതകളുണ്ട്. രാത്രികളിൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വാഹനങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപകടങ്ങളോ ദുരിതങ്ങളോ സങ്കടങ്ങളോ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാലഘട്ടം. വാഹന ദുരിതങ്ങളൊക്കെ വരാതിരിക്കുക. നമ്മുടെ വേറൊരാളുടെ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴും അങ്ങനെയുള്ള അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കുൽസിത പ്രവർത്തനങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടേ അതൊക്കെ നിർത്തിക്കൊള്ളൂ. കാരണം കേസുകളിലൊക്കെ പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള കാലഘട്ടവും കൂടെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിർത്തണം എന്നുള്ളതാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ ഭഗവതി ഭജനങ്ങളും നന്നായി ചെയ്യുക. ഭഗവതിയെ നന്നായി പ്രാർത്ഥിക്കുക. ശനിയാഴ്ച നിർബന്ധമായി അയ്യപ്പസ്വാമിയെ തൊഴുക. എല്ലാ പക്കപ്പിറന്നാലും വിഷ്ണുവിന് പാൽപ്പായസം കഴിക്കുക. എല്ലാ ദിവസവും ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുക. നാരായണ നാമജപാദികൾ കൂടുതലായി ചെയ്യുക. ഇത്യാദി വിഷയങ്ങളൊക്കെ ചെയ്യാൻ നല്ലതാണ്. അതൊക്കെ ചെയ്തിരിക്കണം. ചെയ്താൽ മാത്രമാണ് അല്പമെങ്കിലും മനസ്സമാധാനത്തോടു കൂടി ഈ വർഷം പോവുകയുള്ളൂ. കാരണം ഇടയ്ക്ക് ഒരു ചെറിയ അനുകൂലം 90 ദിവസത്തേക്ക് വരുന്നുണ്ടെങ്കിലും ഒരു പൊതുഫലം എന്ന് പറയുന്നത് ദോഷാധിക്യം കൂടിയ വർഷമാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും എത്ര നാരായണനാമം ജപിക്കുക അത്രയും നാമം ജപിക്കാം. നിർബന്ധമായിട്ട് നരസിംഹത്തെ ഉപാസിക്കുക. നരസിംഹനാമങ്ങൾ ജപിക്കുക. വ്യാഴാഴ്ച ഒരിക്കലെടുത്തുക. അടുത്ത് നരസിംഹക്ഷേത്രം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ദർശനം നടത്തുക. അടുത്ത് കൃഷ്ണൻ്റെയോ വിഷ്ണുവിൻ്റെ അമ്പലങ്ങളുണ്ട്, ദർശനം നടത്തുക. ഇടയ്ക്ക് ഗുരുവായൂരമ്പലത്തിൽ പോവുക. ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്യണം. സ്വജനവിരോധം നന്നായി കാണുന്നതിനാൽ സ്വജനങ്ങളെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. മറുത്ത് വാക്ക് പറയാതിരിക്കുക. രാഷ്ട്രീയ രംഗത്തൊക്കെ നിൽക്കുന്നവർ വളരെ വളരെ സൂക്ഷിക്കേണ്ട കാലഘട്ടമാണ്. സിനിമാ രംഗത്തൊക്കെ സൂക്ഷിക്കേണ്ട കാലഘട്ടമാണ്. സിനിമാ രംഗത്തും അതുപോലെ മാത്രമല്ല ഈ വ്യവസായ രംഗത്തുള്ളവരും നന്നായി ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ ചെയ്യേണ്ടതാണ്. ആവശ്യമില്ലാതെ എവിടെയെങ്കിലും പൈസ കൊണ്ടുവന്ന് നമ്മൾ നിക്ഷേപിക്കാൻ ശ്രമിക്കേണ്ട ഒരു 3 വട്ടം നമ്മൾ ആലോചിച്ചോണത്. അങ്ങനത്തെ ഒരു കാലഘട്ടം. എത്ര നാമം ജപിക്കുക, എത്ര നരസിംഹനാമം ജപിക്കാവോ അത്രയും നല്ലതാണ്. അത്രയും കേമായിട്ട് വളരും എന്നാണ് പറയേണ്ടത്. അപ്പോൾ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അധികം ദോഷാധിക്യത്തിലേക്ക് വല്ലാതെ ഗുണത്തിലേക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നൊയമ്പുകളും ഉപാസനകളും ഒക്കെ കൃത്യമായിട്ട് ചെയ്യാം. ക്ഷേത്രദർശനങ്ങൾ കൃത്യമായി ചെയ്യാം. അതൊക്കെ ചെയ്യുന്ന വളരെ കാര്യങ്ങളാണ്. അങ്ങനെ ചെയ്തു പോകണം. ഒരു എന്താ പറയണേ, ഗണപതിക്ക് എണ്ണ ഏത്തിയിടുന്നത് നല്ലതാണ്. അതുപോലെ ഗണപതിക്ക് ഈ പറഞ്ഞ പോലെ അപ്പം നിവേദ്യമൊക്കെ ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ ചെയ്തു പോവുക. അങ്ങനെ കുംഭക്കൂറുകാർ ചെയ്താൽ അവർക്ക് കുറേ ആശ്വാസം കിട്ടും. ഏറ്റവും അവസാനം മീനക്കൂറിലേക്കാണ് വരുന്നത്. മീനക്കൂറിന് ലഗ്നത്തിൽ ശനിയാണ്. 5-ാം ഭാവത്ത് വ്യാഴാണ്. മീനക്കൂറിൻ്റെ 12-ാം ഭാവം എന്ന് പറയുന്നത് കുംഭൻ രാശിയിൽ രാഹുവാണ്. 6-ാം ഭാവമാവുന്ന ചിങ്ങൻ രാശി കേതുവാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് കുംഭക്കൂറുകാർക്ക്. കുംഭക്കൂറുകാർക്ക് 5-ലെ വ്യാഴം എന്ന് പറഞ്ഞാൽ കുംഭക്കൂറല്ല മീനക്കൂറിന് ഒരു പരിധി വരെ അനുകൂലമായ സമയമാണ്. മീനക്കൂറുകാർക്ക് 5-ലെ വ്യാഴം എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ ഗുണത്തെ നൽകുന്ന കാലഘട്ടമാണ്. വ്യാഴം 5 നിൽക്കുക, ഉച്ചബലവാനായി വ്യാഴം നിൽക്കുക, സമാധാനപരമായ സന്തോഷകരമായ ഐശ്വര്യ സംബന്ധമായി നിൽക്കുന്ന അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടാവുക. മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും നടക്കാനുള്ള സാധ്യതകളുണ്ടാവുക. അങ്ങനെയൊക്കെ പറ്റിയ സമയങ്ങളാണ്. പക്ഷേ ലഗ്നത്തിൽ നിൽക്കുന്ന ശനി ഈ പറയണ പോലെ തന്നെയാണ്. 7.5 ശനിയുടെ ജന്മശനിയാണ്. രോഗങ്ങൾ, ദുരിതങ്ങൾ, സങ്കടങ്ങൾ, അസ്വസ്ഥത, ശാരീരിക പ്രശ്നങ്ങൾ ഇതൊക്കെ ധാരാളമായിട്ട് ഉണ്ടാക്കും. ഈ 12-ാം ഭാവത്ത് നിൽക്കണ രാഹു 11-ാം ഭാവമാവുന്ന മകരൻ രാശിയിലേക്കും 5-ാം ഭാവമാവുന്ന കേതുവിലേക്കും 5-ാം ഭാവം കർക്കിടകത്തിലേക്ക് കേതുവും വരുന്നുണ്ട്. അപ്പോൾ അത് ഡിസംബർ മാസം തൊട്ടാണ് അവർക്ക് വരുന്നത്. അപ്പോൾ മീനൻ രാശിക്ക് പൊതുവെ അനുകൂലമാണ്. ഇടയ്ക്ക് ഈ ഒക്ടോബർ മാസം തൊട്ട് ജനുവരി മാസം വരെയുള്ള ഒരു കാലഘട്ടത്തിൽ വ്യാഴത്തിൻ്റെ പകർച്ച 6ലേക്ക് വരുന്നൊരു കുറേ ദിവസങ്ങൾ, ഏകദേശം ഒരു 10-15 ദിവസം ഒരു ചെറിയ പ്രതികൂലാവസ്ഥ വരും. ആ പ്രതികൂലാവസ്ഥ ഒഴിവാക്കി കഴിഞ്ഞാൽ പൊതുവെ ഈ ഒരു വർഷം എന്താ പറയണേ,
സമുചിതമായി സന്തോഷകരമായി നന്മയുടെ പാതയിലൂടെ നടക്കാൻ പറ്റുന്ന കാലഘട്ടമാണ്. സാമ്പത്തിക മേഖലയിലും തൊഴിൽ മേഖലയിലും ഒക്കെ ഉയർച്ചകൾ ഉണ്ടാവുക, നന്മയുണ്ടാവുക, ഐശ്വര്യം ഉണ്ടാവുക, അതിനൊക്കെ സാധ്യതയുണ്ട്. ജോലികളിലാണെങ്കിലും ബന്ധുമിത്രാദികളുടെ ഇടയ്ക്കായാലും കുടുംബരംഗത്തായാലും സാമൂഹ്യ രംഗത്തായാലും ഉയർച്ച ഉണ്ടാവും, വഴിയുണ്ടാവുക. ഇതിനൊക്കെ പറ്റിയ കാലഘട്ടമാണ്. നമ്മൾ നിക്ഷേപിക്കുന്ന പണം കുറേ സേവിങ്ങൾ ഉണ്ടാക്കുക, നല്ല സ്ഥലങ്ങളിൽ പൈസ നിക്ഷേപിക്കുക, നല്ല നല്ല പൈസക്കുള്ള ഗുണകരമായ കാര്യങ്ങളുണ്ടാവും, അതിനും പറ്റിയ കാലഘട്ടമാണ്. അങ്ങനെയൊക്കെ ഉള്ളൊരു സമയമാണ് ഈ പറയുന്ന മീനൻ രാശിക്കാർക്ക്. പ്രണവൽ ലഗ്നത്തിലെ ശനി ദുരിതങ്ങളെ വരുത്തി വയ്ക്കുകയും ആ 7.5 ശനിയുടെ ജന്മശനി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ദുരിതങ്ങൾ വരുത്താം അതൊക്കെ വരുത്താൻ പറ്റുന്ന കാലഘട്ടമാണ്. അപ്പോൾ എന്തായാലും ഈ പൊതുവെ ഒരു വർഷം ഗുണാധിക്യത്തിന് ഫലങ്ങൾ കൂടുതലാണെങ്കിൽ പോലും എല്ലാ ശനിയാഴ്ചയും ശാസ്താവിനെ തൊഴുക, എല്ലാ ശനിയാഴ്ചയും ഗണപതിയെ തൊഴുക, അതുപോലെ തന്നെ എന്താ പറയണേ, ഗണപതി ശ്ലോകങ്ങൾ ജപിക്കുക, ഗണപതിക്ക് വഴിപാടുകൾ കഴിക്കുക, അയ്യപ്പന് വഴിപാട് കഴിക്കുക, അയ്യപ്പന് മാസത്തിൽ എള്ളുപായസം കഴിക്കുക, അയ്യപ്പന് എള്ളുതിരി കത്തി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ ഗംഭീരമാണ് ശനിയാഴ്ചകളിൽ. പിന്നെ ശനി ഞായറും മഹാദേവൻ്റെ ഭജനം കൂടുതലായിട്ട് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 12ാമടുത്ത് നിൽക്കുന്ന രാഹു 11ാമടത്തേക്ക് വരുമ്പോൾ അഭീഷ്ടസിദ്ധികളെ കൂടെ ബാധിക്കും. അപ്പോൾ ശനി ഞായർ ദിവസം മഹാദേവനെ പ്രാർത്ഥിക്കുന്നത് കൂടെ കുറച്ച് കൂടുതൽ നന്നായിട്ട് വരും. സമാധാനം കിട്ടാനും സന്തോഷം കിട്ടാനും സ്വസ്ഥതയെ കിട്ടാനായിട്ട്. മാസത്തിലൊരിക്കൽ വേണമെങ്കിൽ മഹാദേവൻ്റെ അമ്പലത്തിൽ ധാര കഴിക്കുന്നത് നല്ലതാണ്. ഇടയ്ക്കൊരു ഗണപതി ഹോമത്തിന് കൊടുക്കണം, നല്ലതാണ്. അതുപോലെ ഹനുമാനെ എല്ലാ ദിവസവും ഭജിക്കുന്നത് നല്ലതാണ്. ഹനുമാൻ ചാലീസ് ചൊല്ലുന്നത് നല്ലതാണ്. നമഃശിവായ ജപാദികൾ, മഹാദേവ ഭജനം കൊണ്ട് നമഃശിവായ ജപാദികൾ ധാരാളം ചെയ്യുക. മഹാദേവന് കൂവളത്തിലെ മാല അങ്ങനെയുള്ള പുഷ്പാല കഴിക്കുക നല്ലതാണ്. ഈ പറയുന്ന മീനക്കൂറുകാർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒന്ന് ശ്രദ്ധിക്കണം നല്ലതാണ്. പിന്നെ ധനപരമായി നിൽക്കുന്ന ഉയർച്ചയുണ്ടാകുന്ന സേവിങ്ങിന് പറ്റിയ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തോളൂ. അത് വസ്തുവകളിലാണെങ്കിലും സ്വർണത്തിലായാലും നിക്ഷേപങ്ങൾക്കൊക്കെ സാധ്യത കൂടാണ്. ഷെയർ മാർക്കറ്റൊക്കെ പോലെ ഭാവിയിൽ ഉപകാരപ്പെടാൻ പറ്റുന്ന കാർഷിക മേഖലയാണ്, ഇത് നല്ലതാണ്. അതിനൊക്കെ പറ്റിയ കാലഘട്ടമാണ്. ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം. പൊതുവെ 12 കൂറിൽ ഗുണങ്ങളും ദോഷങ്ങളും പറയുന്നുണ്ടെങ്കിലും ഒരു വർഷത്തെ ഫലമാണ്. അതാത് മാസത്തെ ഫലവും അതാത് ജാതക ഫലവും കൂടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇതിൻ്റെ പൂർണ്ണഫലം പറയേണ്ടത്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിച്ചോണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പൊതുഫലം മാത്രമാണ്. എങ്കിലും ഒന്ന് ഞാൻ പറയാം, നാമജപമില്ലാതെ, ക്ഷേത്രദർശനങ്ങളില്ലാതെ, അല്ലെങ്കിൽ മാക്സിമം ഭക്തിയുടെ പാരമ്പര്യം എത്താതെ, നല്ല പ്രാർത്ഥനയില്ലാതെ, ഒരമ്മയുടെ മാറത്തെ എപ്രകാരമാണോ ഒരു കുഞ്ഞ് സ്വസ്ഥമായി വസിക്കുന്നത് പോലെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നമ്മൾ സ്മരിച്ചുകൊണ്ട് ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ നമ്മുടെ നാമജപാർച്ചന നടത്തി അദ്ദേഹത്തെ മാത്രം എടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വസിക്കുന്ന ക്ഷേത്രങ്ങളിൽ മാക്സിമം ദർശനം നടത്തിക്കൊണ്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരു ഗ്രഹപ്പിഴയും നിങ്ങളെ ബാധിക്കില്ല എന്നുള്ളത് 100% ഉറപ്പായതുകൊണ്ടും ആ ഗ്രഹപ്പിഴകളൊക്കെ നമ്മളിൽ നിന്ന് അകന്നു പോകുമെന്നുള്ളത് 100% ഉറപ്പായിട്ടും പ്രാർത്ഥനയുടെ ജപത്തിലൂടെ ദർശനത്തിലൂടെ പുണ്യവാന്മാരാകാനാണ് ഓരോ ഫലപ്രഖ്യാപനങ്ങളും ഓരോ ഫലപ്രവചനങ്ങളും. അപ്പോൾ ആ ജപം കൂട്ടുക, പ്രാർത്ഥന കൂട്ടുക, ദർശനങ്ങൾ കൂട്ടുക, ഉപവാസങ്ങൾക്ക് കൃത്യത പാലിക്കുക. എന്താണോ വിധി, ആ വിധി അനുകൂലമായത് അനുകൂലമാകാനും പ്രതികൂലമായത് അനുകൂലമാകാനും ഈശ്വരനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു രാഷ്ട്രീയപരമായോ സാമ്പത്തികപരമായോ മാനുഷികപരമായോ നിൽക്കുന്ന ഒരു ദൃഢശക്തികൾ കൊണ്ടും നമ്മളെ സഹായിക്കുന്നതിന് പരിധിയുള്ളത് കൊണ്ടും ആ പരിധിക്കപ്പുറം നിന്ന് നമ്മളെ സഹായിക്കാൻ ഈശ്വരനെ സാക്ഷിക്കുന്നുകൊണ്ടും ആ ഈശ്വര സേവയാണ് ഏറ്റവും വലിയ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നത്. അങ്ങനെ ആ ഈശ്വര സേവയിലൂടെ ഉന്നതന്മാരാകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമസ്കാരം. ഗോവിന്ദൻ.